എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടി ധ്യാനത്തിൻ്റെ മുഖ്യ പ്രമേയം ഉടമ്പടി എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തുന്നത്. രണ്ടാമത്തേത്, ഉടമ്പടിയിൽ എത്ര പെട്ടെന്നാണ് സാക്ഷ്യം പറയാൻ ദൈവാനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഘടകങ്ങൾ എന്താണ്, എങ്ങനെയാണ് കൃപയിൽ ഉടമ്പടി കൃപയിൽ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള വളരെ ഗൗരവതരമായ ചില ആധ്യാത്മിക പ്രശ്നങ്ങളാണ് ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാധാരണഗതിയിൽ എപ്പോഴും എൻ്റെ സഹോദരങ്ങളെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ സാക്ഷ്യങ്ങളെ സെലക്ട് ചെയ്യുന്നൊരു മോഡുണ്ട്. ഇപ്പോൾ 20 സാക്ഷ്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ദിവസം പറയാൻ നമുക്ക് സമയം കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഒരു 11:30 സാക്ഷ്യം പറഞ്ഞാൽ വൈകുന്നേരം 4:30 സാക്ഷ്യം അവസാനിക്കുമ്പോൾ നമുക്ക് പ്രൈമറി ആയിട്ട് ഒരു 20 സാക്ഷ്യം കിട്ടും. പക്ഷേ 20 സാക്ഷ്യം നമ്മൾ അപ്പ് ചെയ്യത്തില്ല. 20 സാക്ഷ്യത്തിൽ അപ്പ് ചെയ്യുന്നത് 2 സാക്ഷ്യങ്ങളേ ഉള്ളൂ. 10-1 വെച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. ആ സെലക്ഷൻ മോഡിൽ വരുന്നത് സാക്ഷ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സാക്ഷ്യങ്ങൾ കേട്ടാൽ പിന്നീട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. ആ ഒരു മോഡ്, ആ ഒരു ഫ്രെയിം നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പല സാക്ഷ്യങ്ങളും ഫ്രെയിം കോപ്പി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരണത്. കാര്യം ഉടമ്പടി ഓരോ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവികമായ വലിയ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഉടമ്പടിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. സാക്ഷ്യങ്ങൾ അതുപോലെ ക്വാളിറ്റേറ്റീവ്ലി ഹൈ സാക്ഷ്യങ്ങൾ വരുന്നു. സാധാരണ നിലവാരത്തിനുള്ളതിനേക്കാൾ വളരെ ഗുണനിലവാരമുള്ള സാക്ഷ്യങ്ങൾ വരുന്നതിൻ്റെ കാരണം ആ കറക്റ്റ് ബൈബിൾ ഫോർമാറ്റ് ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. പക്ഷേ കറക്റ്റ് ബൈബിൾ ഫോർമാറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും പഠിക്കണം. എപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് ഉടമ്പടി ധ്യാനത്തിൽ 2 ഘടകങ്ങളുണ്ടാവും. ഒന്ന്, ഉടമ്പടിയുടെ സിദ്ധാന്ത തലങ്ങൾ പറയും, അതിൻ്റെ തിയറട്ടിക്കലായിട്ടുള്ള വശങ്ങൾ പറയും. പിന്നെ അതിൻ്റെ സാക്ഷ്യങ്ങൾ, പ്രയോഗ വിചാരണ നടത്തും. ആ പ്രത്യേക തിയറിക്ക് പറ്റുന്ന പ്രയോഗം എന്ത്, അതിൻ്റെ എക്സ്പീരിയൻസ്, ജനങ്ങളുടെ എക്സ്പീരിയൻസ് പറയും. അതുകൊണ്ട് ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ മനസ്സിലാകും. സാക്ഷ്യം പറയുന്നതിൽ ഒരു 10 പേര് സാക്ഷ്യം പറഞ്ഞാൽ ഒരു 8 പേരും ഹയർ എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് സത്യമാണെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ മനുഷ്യനിവിടെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വൈഫിനാണ് ഇതിൻ്റെ അകത്തൊക്കെ കൂടുതൽ വിശ്വാസം, എനിക്കൊരു വിശ്വാസമില്ല. അതൊരു വൈഫിനെ ഞാൻ കൊണ്ടുവന്ന് ഇതിനകത്ത് ആക്കിയിട്ട് ഞാൻ പോയി കടയിൽ പോയി വല്ല ചോറോ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അവൾ ഫ്രീ ആകുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് പോകും. കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛൻ്റെ സെക്വിന TV-യിൽ അച്ഛൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കേട്ട്. ആ ഇൻ്റർവ്യൂ മൊത്തം സെക്വിന TV നമ്മളോട് വലിയൊരു സ്നേഹമാണ് കാണിച്ചത്. കാര്യം 12 ഇൻ്റർവ്യൂ ചെയ്തവർ, 12 ഇൻ്റർവ്യൂ. 2 ദിവസം ഞാൻ അവിടെ പോയിരുന്നു 12 ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി. അപ്പോൾ 12 ഇൻ്റർവ്യൂവിലൂടെ എന്താണ് ഉടമ്പടി, ഉടമ്പടി എങ്ങനെയാണ് വന്നത്, ഉടമ്പടി ഇന്നത്തെ രീതിയിൽ ഇത്രയും വലിയ ഹാർവസ്റ്റിംഗ് നടത്താനുള്ള കാരണങ്ങൾ എന്താണ്, അതിൻ്റെ ഈ കൃപാസനത്തിൻ്റെ ആധ്യാത്മികമായ പരിസരവും അതിൻ്റേതായിട്ടുള്ള കടന്നു വരവിൻ്റെ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ആത്മീയ നിക്ഷേപങ്ങളും ഒക്കെ ഞാനവിടെ പറയാനൊരവസരം ഒരുക്കിയിട്ട്, അപ്പോഴാൾക്കാർക്ക് ഇപ്പോൾ ബോധ്യം കിട്ടി മുമ്പത്തേക്കാളും. കാര്യം എന്താണ് അങ്ങനെ സെക്വിന TV ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആലപ്പുഴ പോലും കാണാത്ത മനുഷ്യർ നമ്മളെ ആവശ്യമില്ലാതെ വിമർശിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവരെന്നെ വിളിച്ചത്. അച്ഛാ, ഇങ്ങനെ കുറച്ച് ഒബ്ജക്ഷൻസൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെ അതെനിക്ക് മനസ്സിലായി അമ്മ തന്ന ഒരു അവസരമാണെന്ന്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യമേ എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാകേണ്ടത് ദൈവത്തെ സ്നേഹിക്കാൻ,
ദൈവം എന്നെ പ്രത്യേകം വിളിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ എടുക്കുന്ന എല്ലാ മക്കൾക്കും ദൈവസ്നേഹത്തിന്റെ അഭിഷേകം നൽകണമെന്ന് അതെന്താ സംഭവിച്ചാൽ, നമ്മൾ ഈ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ടൈം ഷോർട്ടണിങ്. ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നത് എന്താ? സമയ ചുരുക്കം. അപ്പോൾ സമയ ചുരുക്കം തന്നെ അല്ല, ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാരം കുറഞ്ഞു വരിക. ഈ ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്ന സമയ ചുരുക്കവും ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറയുന്ന ഭാരക്കുറവും ഉടമ്പടിയുടെ ഒരു വലിയ അനുഭവമാണ്. ഭാരമെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എന്താ പറഞ്ഞത്? ഒരു സാക്ഷ്യം എന്ന് പറയണത്, അവർക്ക് എൻ്റെ കലിബറുണ്ട്, അവർ മെറിറ്റോറിയസ് ആണ്, അതുകൊണ്ട് അവരവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട് അവർ IELTS എഴുതുകയാണ്. പക്ഷേ അത് 3 ഫ്ലോപ്പായിപ്പോയി. പിന്നെ അവർക്കത് ഭാരപ്പെട്ട ഒരു വിഷയമായി മാറി. ഭാരപ്പെട്ട വിഷയം എന്ന് പറയണത് നമുക്കറിയാം. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവർക്ക് വീട് വെക്കാൻ പറ്റണില്ല. എന്താ വീട് വെക്കാൻ പറ്റാത്തത്? അവരുടെ പേരിൽ സ്ഥലമില്ല. എന്താ സ്ഥലമില്ലാത്തത്? ഭാഗോടമ്പടി ചെയ്തിട്ടില്ല. എന്താ ഭാഗോടമ്പടി ചെയ്യാത്തത്? മുന്നാധാരമില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അപ്പൂപ്പന്മാരുടെ കാലം മുതൽ മുന്നാധാരമില്ലാതെ തറവാടിൻ്റെ പൊതു സ്വത്തായിട്ട് കിടക്കണമ്പോൾ നമ്മൾക്ക് അവിടെ വീട് വെക്കാൻ പറ്റത്തില്ല. താമസിക്കുന്ന വീട് നമ്മൾ താമസിച്ച് ഉറഞ്ഞ് താഴെ വീഴുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത അവകാശം കൊണ്ട് കേസ് കൊടുക്കും. അതാണ് പ്രശ്നം. മെയിൻ്റനൻസ് പോലും തൊടാൻ പറ്റുന്നില്ല. ഇതാണ് ഭാരപ്പെട്ടെന്ന സംഭവം. ഈ ഭാരപ്പെട്ട വിഷയം ഉടമ്പടി എടുക്കുമ്പോൾ വെറും 45 ഡേയ്സിനുള്ളിൽ ഇത് ലഘുവായിട്ട് തന്നെ കാണാം. ലഘുവായിട്ട് വന്നത് കാണാം. അതാണ് ഈ ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറയണത്. ഇതുപോലെ തന്നെയാണ് അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം എന്ന് പറയണത്, മകളുടെ ഇപ്പോൾ സുകുമാരൻ്റെ മുരട് മുറുക്കം പാമ്പിൻ്റെ ഇടയിലൂടെ സുകുമാരൻ്റെ അമ്മയുടെ കരഗ്രഹിച്ചുള്ള സുകുമാരൻ്റെ ആത്മീയ യാത്രയെന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ അമ്മയെ തിട്ടപ്പോൾ തന്നെ ഇപ്പോൾ 1 ലക്ഷത്തോളം അടുത്തായി. അതെന്താ കാര്യം? മുരട് മുറുക്കം പാമ്പ്, ഇതിൻ്റെ ഇടയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുള്ള സുകുമാരൻ്റെ ആത്മീയ യാത്ര. എന്താ അവരുടെ വിഷയം? എന്താ അതിൻ്റെ വിഷയം എന്ന് പറയണത്, അയാളുടെ അദ്ദേഹത്തിൻ്റെ മകള് MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ MBBS സ്റ്റുഡൻ്റായ, പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ സബ്ജക്റ്റ് വൈസ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. അത് ഭാരമാണ്. നമ്മൾ സംസാരിക്കുന്നത് ലൈറ്റ് വെയ്റ്റനിങ്ങിനെ കുറിച്ചാണ്. അതായത് ലഘുത്വം, ഭാരലഘുത്വത്തെക്കുറിച്ച് സംസാരിക്കണം. ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഇഫക്റ്റാണ് ഈ ഭാരലഘുത്വം. ആ സുകുമാരൻ്റെ സാക്ഷ്യം അത് ഭയങ്കര സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നാ ചെയ്തെന്ന് വെച്ചാൽ, മകൾ അവിടുന്ന് ഇട്ടിട്ട് പോകുന്നു. ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റണില്ല. അതൊരു ഡിപ്രഷൻ മോഡിലായിപ്പോയി ആൾ. നമുക്കറിയാം, ഒത്തിരിയേറെ ഡിപ്രഷനുള്ള ആൾക്കാർ ഇവിടെ വരും. അവർക്കുള്ള കപ്പാസിറ്റികളൊക്കെ കൂടുതലാണ് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ജീവിത ഉത്തരവാദിത്വം. അങ്ങനെ വരുമ്പോൾ ചിലർ ഡിപ്രസ്ഡ് മോഡലാവും. കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവസാദമെന്ന് പറയും. ഭാരം മനസ്സിന് താങ്ങാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ അവിടുന്ന് സാധാരണ മനുഷ്യൻ ചെയ്യണത് എന്താ? അവിടുന്ന് ഒന്നെങ്കിൽ കൂട് വിട്ടു പോരും, അതിന് ആത്മഹത്യ എന്നാണ് പറയണത്. ചില ആൾക്കാർ നാട് വിട്ടു പോകും, പോയി കളയും. വീട്ടിൽ കടം കയറിയൊക്കെ കഴിഞ്ഞാൽ ആൾക്കാർ പോയി കളയത്തില്ലേ, അതിന് നാട് വിട്ടു പോകും. ആത്മഹത്യ ചെയ്തതിനെ കൂട് വിട്ടു പോകും. ഈ ഡിപ്രഷൻ നിസ്സാര കാര്യമല്ല. താങ്ങാൻ പറ്റത്തില്ലെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉടനെ അവിടെ നിന്ന് ഒഴിവെടുക്കും. ഒഴിവെടുത്തിട്ട് ചിലപ്പോഴവർ
വിശ്വാസമില്ലാത്തവരുടെ ആത്മഹത്യ ചെയ്യും, അല്ലാത്തവർ രാജ്യം വിട്ടുപോകും, അല്ലാത്തൊരു വട്ടായിട്ട് തന്നെ തുടരും. വട്ടായിട്ട് തുടരണം, വീട്ടിൽ തന്നെ ഉണ്ടാകും, പക്ഷേ വട്ടായി പോകും. വട്ടായിട്ട് തുടരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ആരും ആക്രമിക്കത്തില്ല. കടക്കാർ വന്നാലും വെളിവില്ലാത്ത മനുഷ്യരോട് എന്ത് സംസാരിക്കാനാണ്? ഭാര്യയ്ക്കാണെങ്കിൽ പോലും കുടുംബത്തിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ മകളുടെ ഹോസ്റ്റൽ ഫീസ് ഇല്ലെങ്കിൽ മാനസിക രോഗമുള്ള ആളോട് എന്ത് സംസാരിക്കാനാണ്? അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി സ്വയമായിട്ടൊരു മനുഷ്യൻ കണ്ടുപിടിക്കുന്ന മാർഗമാണ് ചില സൈക്കോസിസായിട്ട് വരുന്ന രോഗങ്ങൾ. എല്ലാം അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയണില്ല. ചിലതെല്ലാം ഇതുപോലെ ഫ്ലീയിങ് ആയിട്ടുള്ള ടെൻഡൻസിയാണ്. ഒന്നെങ്കിൽ വീട്ടിൽ തന്നെ അവർ മനസ്സ് വിട്ടു പോകും, വീട്ടിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ വീട് വിട്ടു പോകും, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകും. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ, അതാണ് ഈ ഡിപ്രഷൻ എന്ന്. അപ്പോൾ ഈ ഭാരം ചികിത്സിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഭാരമെന്ന് പറയുന്നത്, മനസ്സിൻ്റെ ഭാരം ശരിക്കും ചികിത്സിക്കപ്പെടേണ്ട വിഷയമാണ്. അത് ഡൈക്കാർഡിന മോർഫിനെ കഴിച്ചിങ്ങനെ മയങ്ങിയിരുന്നത് കൊണ്ടൊന്നും അതൊക്കെ കണ്ണിപ്പൊടിയിടാനേ പറ്റത്തുള്ളൂ. അത് ഡയറക്റ്റ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ, നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്താ കാരണം? ഞാൻ ശാന്തശീലനാണ്, പിന്നെന്താണ്? വിനീത ഹൃദയനാണ്. എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. അപ്പോൾ വ്യഗ്രത കാണിക്കരുത്. ഉടനെ വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടാൻ നോക്കരുത്. ഉടനെ വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടി വണ്ടിക്ക് മുമ്പ് എത്താൻ വേണ്ടി വ്യഗ്രത കാണിക്കരുത്. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണമെന്നാണ് പറയണത്. ക്രിസ്തുവിൽ നിന്ന് പഠിക്കാൻ വേണ്ടത് വെച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കാലികമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാകും. അതുവരെ യു മസ്റ്റ് വെയിറ്റ്. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈശോയിൽ നിന്ന് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ഒരു സമീപന രീതിയുണ്ട് വിഷയങ്ങളോടുള്ള. നമ്മൾക്ക് ആ വിഷയം അപ്പം തന്നെ പരിഹരിക്കണമെന്നാണ് നിങ്ങൾ പറയണത്. ചില വിഷയം അപ്പം തന്നെ പരിഹരിക്കാൻ പറ്റത്തില്ല. വെയിറ്റ് ആൻഡ് സീ ആണ് ചില വിഷയങ്ങൾ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 11:28 മത്തായി ശ്ലീഹ ശ്രദ്ധിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്, എല്ലാ ജാതിക്കാരെയും വിളിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻസിനെ മാത്രമല്ല. മനസ്സിലായില്ലേ? ഈശോയുടെ വചനത്തിൻ്റെ ഒക്കെ രീതി, അഡ്രസ്സിങ് ഭയങ്കരമാണ്. പബ്ലിക് അഡ്രസ്സിങ് ആണ്. പിന്നെ ഇത്തിരി കടിക്കട്ടുകായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈശോ ശിഷ്യന്മാരത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ശിഷ്യന്മാരോട് മാത്രം പറയും. അത് രഹസ്യമായിട്ട് പറയത്തുള്ളൂ. അത് ബൈബിളിലതുണ്ട്. പക്ഷേ പൊതുകാര്യങ്ങൾ, പൊതുജീവിതത്തിലെ കാര്യങ്ങൾ ഓപ്പൺ ഫോറത്തിലാണ് ഈശോ സംസാരിക്കുന്നത്. വെച്ചാൽ പുറത്ത് പബ്ലിക്കാണ്. അതാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരായ നിങ്ങൾ എല്ലാവരും. എല്ലാവർക്കുമാണ് മുൻതൂക്കം. അല്ലാതെ ഈശോനെ ഹോണർ ആദ്യം ഈശോനെ ബാപ്റ്റിസം വഴി സ്വീകരിച്ച ആൾക്കാർ മാത്രമല്ല, എനിബഡി ഈശോനെ കേൾക്കാൻ മനസ്സുള്ള എല്ലാവരെയുമാണ് ഈ ആശ്വാസത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരിക. അടുത്ത വചനം വായിച്ചേ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും ഈ മനുഷ്യരാശിയോട് സംസാരിക്കാത്തൊരു സംഭവമാണ്. എന്താണ്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്കെത്രയോ സമാരാധ്യന്മാരെ മതസ്ഥാപകരും അതുപോലെ തന്നെ ലോകഗുരുക്കളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനെ ആശ്വസിപ്പിക്കാമെന്ന് അവൻ്റെ മുഖത്ത് നോക്കി ജാതിയും മതവും നോക്കാതെ പറഞ്ഞ ഒരേ ഒരാളാണ് ഈശോ. അതാണ് ഈശോയുടെ ദൈവത്വം എന്ന് പറയണത്. കൈ ഇട്ടിച്ച് കർത്താവിനെ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് കൈകൂപ്പി അപേക്ഷിക്കാനുണ്ട്. അതായത് നമ്മൾ പാടിയാലും പ്രാർത്ഥിച്ചാലും ഇതിലെല്ലാം നമുക്ക് ദൈവസ്നേഹം ഫീൽ ചെയ്യാതെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ദൈവ അനുഭവം വേണമെന്നുണ്ടെങ്കിൽ വെൻ യു സിങ് വിത്ത് ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹത്തോടെയാണ് അത് പാടേണ്ടത്. ഒരു വചനം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ യേശുവേ സ്തോത്രമെന്ന് പറയണത്? അത് നമുക്ക് ആ വചനത്തോട് ഉള്ള ഒരു തുറവിയും വചനത്തിലുള്ള ആന്തരിക ആനന്ദവും ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഓട്ടോമാറ്റിക് പ്രതികരണമാണ് യേശുവേ സ്തോത്രം എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം ഈ മെക്കാനിസം എല്ലാം വർക്ക് ചെയ്യേണ്ടത് ഔട്ട് ഓഫ് ലവ് ആണ്. ആധ്യാത്മികതയിൽ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു കൊയ്ത്തിനാണ് തയ്യാറാകണമെങ്കിൽ ആദ്യം അരുവ മുറിച്ചുള്ളതാക്കണ്ടേ, ഇല്ലേ? അതുപോലെയുള്ളൊരു നടപടിക്രമം ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ദൈവാനുഭവത്തിനാണ് തയ്യാറായി വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ദൈവസ്നേഹം എന്നെ വർദ്ധിപ്പിക്കാൻ നോക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക, കൈനെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഓരോ വാക്കും, അങ്ങയെക്കുറിച്ചുള്ള ഓരോ ഗാനങ്ങളും, അങ്ങയുടെ നാമത്തിലുള്ള ഓരോ പ്രവർത്തികളും കടുത്ത ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ നിർവഹിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി നിബന്ധനകള് ദൈവസ്നേഹത്തോടെ പൂർത്തിയാക്കുവാൻ അഭിഷേകം ചെയ്യണമേ. നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു വാഴും, എന്നിലേഴും നല്ലവേ, എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു വാഴും, എന്നിലേഴും നല്ലവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴേ 11:28 ഈശോ എന്നാ പറഞ്ഞത്? നമുക്ക് സ്വസ്ഥത ഉണ്ടാകാൻ, ഡിപ്രഷൻ ഉണ്ടാവാതിരിക്കാൻ ഈശോ എന്നാ പറഞ്ഞത്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. എന്നിൽ നിന്ന് പഠിക്കുവേൻ. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഈശോയിൽ നിന്ന് പഠിക്കേണ്ടത്. ഒന്നെന്താണ്? ശാന്തശീലത. ഹറിബറി ആക്കരുത്, ധൃതി കാണിക്കരുത്. മനസ്സിലായില്ലേ? ധൃതി കാണിച്ചാൽ ധൃതിക്കാരെല്ലാവരും അഹങ്കാരികളാണെന്നാണ് വചനം പറയുന്നത്. അഹങ്കാരമാണ് പ്രശ്നം. നിങ്ങൾ ആരോ വലിയ കൊണാണ്ടറാണെന്ന് നിങ്ങൾ ധരിക്കുന്നു. അതുകൊണ്ട് അത് അംഗീകരിക്കാത്ത സമൂഹത്തിൽ അവരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഇഷ്യൂ ഉണ്ടാകണത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആരോ ആണെന്നുള്ളത് നിങ്ങൾ ധരിക്കുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജാതി, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം, നിങ്ങളുടെ ഇത്രയും നാളുള്ള നിങ്ങളുടെ റെസ്യൂം, ബയോഡേറ്റ, അതിലൂടെ നിങ്ങൾ വളർന്ന് വന്നിട്ടുള്ള എല്ലാത്തിനെയും ഇടിച്ച് പൊടിച്ച് തരിപ്പണമാക്കി ഉയർന്നു വന്നിട്ടുള്ള നിങ്ങളുടെ കലിബർ കപ്പാസിറ്റി, അങ്ങനെ അതെല്ലാമായി നിങ്ങൾ നാളെ എപ്പോഴെങ്കിലും ഇതുപോലെ ഇതൊന്നും അംഗീകരിക്കാത്തൊരു വ്യക്തിയുടെ മുമ്പിൽ, ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ, ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നിർത്തപ്പെടും. അപ്പോഴെന്ത് പറ്റും? നിങ്ങൾ ഹർട്ടാകും. അതാണ് വിഷയം. അതുകൊണ്ട് ഈശോ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ ഹറിബറി കാണിക്കുന്നവർ, ഇപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ കല്യാണം ഹറിബറി കാണിക്കേണ്ടവരുണ്ട്, ജോലി ഹറിബറി കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു 10-12 കൊല്ലം മുമ്പ് ഒരു ലേഡി എൻ്റെ അടുത്ത് വന്ന് ഒരു തിരി ഇങ്ങോട്ട് തന്നു. അന്ന് ഉടമ്പടി അമ്മ തന്നിട്ടില്ല.
വെള്ളത്തിരിയാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു തിരി വന്ന് വെച്ച് തന്ന എനിക്കവളെ പരിചയമുള്ള എൻ്റെ നാട്ടുകാരത്തി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ വെച്ചാൽ പരിചയമുള്ള ആളല്ലേ, അടുപ്പമുള്ള ആളെ. അപ്പം ഞാൻ പറഞ്ഞു എന്തടിയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് വെഞ്ചരിച്ചാൽ എനിക്കിപ്പോൾ ജോലി വേണമെന്ന് പറഞ്ഞു. ഇത് വെഞ്ചരിച്ചാൽ എനിക്കിപ്പോൾ ജോലി വേണമെന്ന് പറഞ്ഞു. എന്താ പറ്റുക, അവളെ TTCയോ BEdോ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ അവൾ സ്കൂളിൽ കയറണമെന്ന് അതിന് ഒരു തിരിയും പിടിച്ച് ദൈവത്തിനെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുക. അതാണ് പ്രശ്നം. ഞാനത് വെഞ്ചരിച്ച് കൊടുത്തൊക്കെ ജോലി കിട്ടി. പക്ഷെ ഞാൻ അവളുടെ ഒരു കാര്യം പറഞ്ഞു, ഈ മോഡ് നീ ആവർത്തിക്കരുത്. ഈ മോഡ്, ഈ രീതിയിലുള്ള നിൻ്റെ ഈ എന്താണ് ഇപ്പം തന്നെ എടുത്ത പിടിച്ചാലേ എല്ലാം പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ഈ വ്യഗ്രതയില്ലേ, ഇത് ആവർത്തിക്കരുത്. അറ്റാക്ക് വരെ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. കാര്യം ജീവിതം അങ്ങനെയല്ല, സാഹചര്യങ്ങൾ അങ്ങനെയല്ല. എപ്പോഴെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് അതേ മോഡിൽ നിങ്ങൾ ദൈവത്തിനെ എപ്പോഴും അളക്കരുത്. അങ്ങനെ വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ കൈവിട്ടു പോകും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ രീതിയല്ല നിങ്ങളുടേത്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങളിൽ നല്ലൊരു ശതമാനം അഹങ്കാരമുണ്ട്. ധൃതി കാണിക്കുന്നവരിൽ എന്താ ഉള്ളത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്ത അഹങ്കാരമുണ്ട്. വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ വല്ല പണി കിട്ടണമൊക്കെ നടന്നു ജോലി കിട്ടും. വലിയ കാര്യങ്ങൾ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല ധൃതിക്കാർക്ക്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ ശാന്തശീലനാണ്, പിന്നെന്താണ്? വിനീത ഹൃദയനാണ്. ഈ വിനീത ഹൃദയം ഉണ്ടായാൽ മാത്രമേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് മരിയ സ്പിരിച്വാലിറ്റി. അതാണ് ലൂക്ക 1:49. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. 49 ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അതൊക്കെ 48 വായിച്ചേ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അതാണ് സംഭവം. അത് വലിയ കാര്യങ്ങളും മേജർ ഡ്യൂട്ടി വിഷയം. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം മേജർ ഡ്യൂട്ടിയാണ് ഉള്ളത്. ചെറിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വല്ല നൊവേനയും കൂടി നിങ്ങളുടെ നാട്ടിൽ തന്നെയാണുള്ള സംവിധാനമുണ്ട്. ആലപ്പുഴ വരേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി നമ്മൾ എടുക്കുന്നത് മേജർ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ്, വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ലൂക്ക 1:48 നോക്കണം. എന്താണ്? ശക്തനായവൻ പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതെങ്ങനെയാണ് ശക്തൻ വലിയ കാര്യങ്ങൾ ചെയ്തത്? അവിടുന്ന് പറഞ്ഞേ, തന്റെ ദാസിയുടെ വിനീതാവസ്ഥ. തൃക്കൺ പാർത്തു. വിനീതാവസ്ഥയ്ക്ക് അഹങ്കാരമില്ല, ധൃതിയില്ല. മനസ്സിലായില്ലേ? കർത്താവ് അനുവദിക്കുമ്പോൾ കർത്താവ് നല്ലതേ അനുവദിക്കത്തുള്ളൂ. ഞാൻ കർത്താവിൻ്റെ മനസ്സ് വരെ വെയിറ്റ് ചെയ്യും. ചെറിയ കാര്യം, അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ധൃതിക്കാരാണ്, ഓടുന്ന വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടി വണ്ടിക്ക് മുമ്പ് എത്താൻ നോക്കുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ ബേസിക്കായിട്ട് നിങ്ങൾ കോമ്പറ്റീറ്റീവ് ആണെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? കോമ്പറ്റീറ്റീവ് ആണെന്ന്. നിങ്ങൾ ധൃതി കാണിക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു മത്സരം ഉണ്ടാകും. അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത്? 2 ഫിലിപ്പി 2:3. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ. ഫിലിപ്പി 2:3. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. അതാ പ്രശ്നം. ഇപ്പം ധൃതി കാണിക്കുന്നതിൽ 2 കാര്യങ്ങളുണ്ടാവും. ഒന്നെന്താണ്? മത്സര്യം ഉണ്ടാവും. രണ്ടാമത്തെ എന്താണ്? വ്യർത്ഥാഭിമാനം. അവനേക്കാൾ നേരത്തെ എനിക്ക് ജോലി വേണം, അതാണ് ഒരു. അവരെക്കാൾ നേരത്തെ എനിക്ക് കാറ് വാങ്ങിക്കണം, അവരെക്കാൾ നേരത്തെ എനിക്ക് വീട് വെക്കണം. ഇതാണ് വിഷയം. ഇത് ഉള്ളിലുള്ളത് കൊണ്ടാണ് ധൃതി വരണത്. അതുകൊണ്ടാണ് ബൈബിള് പറയണത് ഫിലിപ്പി 2:3 എന്താ പറയണത്? മാത്സര്യമോ പറഞ്ഞേ, മാത്സര്യമോ പിന്നെ എന്താണ്? വ്യർത്ഥാഭിമാനമോ മൂലം. മീനിങ്ലെസ് എസ്റ്റീം. വ്യർത്ഥാഭിമാനം, അഭിമാനം എന്നല്ല, ബൈബിൾ അതിനെ തിരിക്കുന്നുണ്ട്. വ്യർത്ഥാഭിമാനമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത അഭിമാനം. മത്സര്യമുള്ള ആൾക്കാർക്ക് വ്യർത്ഥാഭിമാനം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ആൻറ്റിയുടെ മകൾ കാനഡയിൽ പോകണമെന്ന് കേട്ടതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഉടനെ വന്ന് അവളെക്കാൾ നേരത്തെ എനിക്ക് ഇംഗ്ലണ്ടിൽ പോകണമെന്ന്. തീർന്നില്ല പരിപാടി. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം. ഇത് വ്യർത്ഥാഭിമാനമാണ് സംഭവം. അതുകൊണ്ടാണ് ധൃതി കാണിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്
മാത്സര്യമോ പറഞ്ഞേ മാത്സര്യമോ ഫിലിപ്പ് 2:3 മാത്സര്യമോ മാത്സര്യമോ വ്യർത്ഥാഭിമാനവും മൂലം വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യരുത്. അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യുന്നല്ല. യു മസ്റ്റ് നോട്ട് ഡു എനിത്തിങ് എന്നാണ്. ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ദൈവ പൈതലാണെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മനസ്സിനാണ് പ്രാധാന്യമാണെന്നുണ്ടെങ്കിൽ, യു വിൽ നോട്ട് ഡു എനിത്തിങ് വിത്ത് സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. മത്സരം കൊണ്ട് നിങ്ങളൊന്നും ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് ബൈബിൾ എപ്പോഴും ഉന്നം വെക്കുന്നത് നിങ്ങളുടെ ജഡിക മനുഷ്യനെ ശരിക്കും ഒന്ന് പരുവപ്പെടുത്തി ദൈവാരൂപി പ്രവർത്തിക്കുന്ന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതിന് ഈശോ രഹസ്യമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. മനഃപൂർവ്വം ഈശോ അറിയും, പക്ഷെ പുറത്ത് പറയത്തില്ല. ഇപ്പോൾ കോച്ചേഴ്സിൻ്റെ ഒരു പരിപാടി അതാണല്ല. കോച്ച് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉള്ളിലൊരു ഉദ്ദേശമുണ്ടാകും. അവർക്കൊരു ടീച്ചിങ് ആയിട്ടുള്ള, ഇപ്പോൾ ടീച്ചേഴ്സിനെ അറിയാം, ഇപ്പോൾ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ഈ പാഠം കൊണ്ട് കുട്ടികൾക്കുണ്ടാകേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട്. അത് കുട്ടികളോട് ചിലപ്പോൾ പറയത്തില്ല. അതിന് കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഈശോ ചെയ്ത ഒരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ ഒരു വൈകുന്നേരം ആയപ്പോൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ രാത്രി നമുക്ക് കിടക്കാനുള്ള സ്ഥലം ഒരുക്കാൻ പറഞ്ഞു. വളരെ ശുദ്ധഗതിക്ക് പറഞ്ഞാണ്, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, വളരെ ശുദ്ധഗതിക്ക് പറഞ്ഞതാണ്. അവൻ ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞ്, നമുക്ക് രാത്രി തങ്ങാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഇടാനുള്ള അടുക്കളയൊക്കെ വേണം, കുറച്ച് പരിപാടി ഉണ്ട് എൻ്റെ. അതാണ് സംഭവം. യഹൂദൻ്റെ മെയിൻ ആഹാരമാണല്ലോ മീൻ ചുടലും ചപ്പാത്തി ചുടലും ഒക്കെ. അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്യാനുള്ള സ്ഥലം വേണം, വീട് വേണം. നമുക്ക് 10-12 പേർക്ക് ഉറങ്ങുകയും ചെയ്യണം. അങ്ങനൊരു സ്ഥലം കണ്ടുപിടിക്കാൻ ഇവരെ ന്യൂട്രലായിട്ട് നേരത്തെ പറഞ്ഞു വിടും. ആരെ വിടണത്? യാക്കോബിനെയും യോഹന്നാനെയും. കൂട്ടത്തിൽ ഇടിവെട്ട് പാർട്ടിയാണ്, ഒന്നിന് സമാധാനം ഇല്ലാത്ത പാർട്ടിയാണ് ഈ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു വിടുന്ന ആൾക്കാരെ നോക്കണം. അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയാണ് പറഞ്ഞു വിട്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായി, എല്ലാം ശാന്തമായിട്ട് നടന്നു തരാം. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഈ അകത്ത് കിടന്ന് ഓടുന്ന ആൾക്കാരാണ് അവന്മാരുടെ പേര് തന്നെ ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. ബൊനേർഗസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇടിവെട്ട് പോലും നടക്കണം പാർട്ടിക്ക്. അതിൻ്റെ പേര് തന്നെ അതാ. ബൈബിളിൽ ഇവരുടെ പേരിട്ടിരിക്കണത് ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. ഇടിനാഥത്തിന് ആരും വെയിറ്റ് ചെയ്യത്തില്ല, ഇടിവെട്ട് ആർക്കും വെയിറ്റ് ചെയ്യത്തില്ല, പെട്ടെന്ന് നടക്കണം. ഇടിവെട്ട് ആൾക്കാരാണ്. ബൈബിൾ അതിൻ്റെ പേര് അവർ ഈ 2 കക്ഷികളെ പറഞ്ഞു വിടണത്. എന്താ ഇവർ ചെയ്യണത്? ഇവർ ചെന്ന് വെച്ച് ദാർഢ്യമുണ്ട് ഇവർക്ക് കാര്യം അപ്പം തന്നെ ഈ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരുന്ന പാർട്ടിനെ വിട്ടിരിക്കണത്. ഇവരിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ നാളെ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് കൊള്ളാതെ വരും. അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവരെന്താ ചെയ്തിരിക്കണത്? അവർ സമറിയക്കാരുടെ പട്ടണത്തിൽ ചെന്നിട്ട് അവരുമായിട്ട് ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് പറയുന്നതിന് അവതരിപ്പിക്കുന്നതിനൊക്കെ രീതികളുണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ ഇവർ ദാർഢ്യത്തോടെ അവതരിപ്പിക്കും. അപ്പോൾ അവർ ചോദിച്ചത്, നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. എന്താ പിടിച്ചില്ലേ എന്ന് ചോദിക്കും. ആ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോഴേ സമരക്കാർക്ക് അവിടെ കൂറലായി. അവർ പറഞ്ഞ്, ജെറുസലേമിലേക്കല്ല, ഈ ഇന്ദ്രനായാലും ശരി ഇവിടെ കൂടി പോണ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ കൈയും കാര്യം വിട്ടുവെന്ന് പറഞ്ഞു. അതോടുകൂടി ഇവരുടെ യഥാർത്ഥ സ്പിരിറ്റ് പുറത്തു വന്നു. ഇവർ മിണ്ടാതെ വന്നിട്ട് ഈശോൻ്റെ അടുത്ത് പറയണ വർത്തമാനമുണ്ട്. എന്താ പറയണത്? അവർ ഈശോയോട് പറയണത്, ആകാശത്തുനിന്ന് ഇടുത്തി വന്ന് അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ, ഞങ്ങൾക്ക് അതിൻ്റെ അധികാരം തരാൻ. അപ്പോൾ സാഹചര്യം മാറിയപ്പോഴേ ഇവരുടെ ഈശോയുടെ സ്പിരിറ്റൊന്നുമില്ല. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സ്നേഹം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചൊക്കെ ശരിയാണ്. പക്ഷേ വേദപാഠം ഇവിടെ ഏറ്റില്ല. കരിവന്മാരുടെ ഉള്ളിലിരിക്കണ വേറെ അരൂപിയാണ്. നിങ്ങൾ എന്ത് ഉടമ്പടി എടുത്താലും ആ പഴയ അരൂപിയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പണി മേടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ആലപ്പുഴയെന്ന്. വല്ല കഥയുണ്ടാ? അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. നിങ്ങൾ ഉടമ്പടി എടുത്താലും വല്ലതൊക്കെ എഴുതിയിടുകയില്ല. ചില ആൾക്കാർ ഇവിടെ എഴുതുകയില്ല, അമ്മ പ്രസവിക്കണം, ആട് പ്രസവിക്കണം, ഞാൻ കളിയാക്കുമല്ല, ചുമ്മാ ഈ പെട്ടി കാണുമ്പോൾ എഴുതിയിട്ടേച്ചും പോവും. അങ്ങനെ വല്ല എഴുതിയിടലും ആയിട്ട് ഈ പഴയ ആൾക്കാരുടെ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇത് വെളുക്കാൻ തേക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്. ഉടമ്പടിയുടെ സ്പിരിറ്റുണ്ട്. അതാണ് പ്രശ്നം. അവരെന്താ പറയുന്നത്? ഇവർ പറയണത്, ഞങ്ങൾ ഇവരോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ഇതിനുള്ളിൽ ഈ ആകാശത്തുനിന്ന്
അഗ്നി ഇറങ്ങി സമറിയക്കാരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്നാണ് ഈശോയോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ കക്ഷികൾ ഇത്രയും നാൾ പഠിച്ച വേദപാഠം, കർത്താവിൽ നിന്ന് പഠിച്ച വചനങ്ങൾ എല്ലാവരും മറന്നു. കാര്യം ഇത് ലൂക്കായുടെ 10-ാം അധ്യായത്തിലാണ് ഈ സംഭവം ഉള്ളത്. ആ 7-ാം അധ്യായത്തിലൊക്കെ ഈശോ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അതായത് മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അതുപോലെ മറ്റുള്ളവരോടും ചെയ്യണമെന്ന്. അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ആ കക്ഷികളാണത്. പക്ഷെ പഠനമൊന്നും ഇവിടെ ഏറ്റില്ല. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് മറ്റുള്ളവരോട്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ നന്ദി ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. ലൂക്ക 6:31. ലുക്ക 6:31. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറും. ഇത് ലൂക്ക 6:31 ഈ സമറിയക്കാരൻ ഇടുത്തി വീട്ടെന്ന് പറയണത് 9:54 ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? സംഭവം മനസ്സിലായില്ലേ? 6:31 എന്താ പറഞ്ഞിരിക്കണത്? ഈശോ പഠിപ്പിച്ചത് എന്താണ്? 6:31 ഈശോ പഠിപ്പിച്ചത് എന്താണ്? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക. ഇതിനൊക്കെ ഇത് ഗോൾഡൻ റൂൾ എന്നാണ് പറയണത്. ഈ ഗോൾഡൻ റൂളിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ കക്ഷികളാണ് ഇപ്പോഴും പോയിട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു വിഷയം വന്നപ്പോഴേ അവിടെ തനി സ്വഭാവം കാണിക്കണത്. നിങ്ങൾ എന്ത് പഠിച്ചാലും വിഷയം വരുമ്പോൾ തനി സ്വഭാവം കാണിക്കുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. പിടികുട്ടിയാ ഒറ്റ നടക്ക് പോകത്തില്ല ഈ സംഭവം. നിങ്ങൾ എന്ത് പഠിച്ചാലും നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? 9:55 ടിപ്പണി നോക്കുക. 9:55 ടിപ്പണി. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 9:54 ടിപ്പണി. ടിപ്പണി എന്ന് മനസ്സിലായി? ടിപ്പണി എന്ന് വെച്ചാൽ ഫുഡ് നോട്ട്സ്. ബൈബിളിലെ ചില കയ്യെഴുത്ത് പ്രതികൾ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് മെയിൻ സ്ട്രീമിൽ കണ്ടില്ലെങ്കിൽ ടിപ്പണിയിലുണ്ടാകും. ആ ടിപ്പണിയിൽ പ്രധാനപ്പെട്ട ചില കയ്യെഴുത്ത് പ്രതികളിലുള്ളതാണ് പറയണത്. 9:55
ആ പറഞ്ഞു, വായിച്ചോളൂ. കർത്താവെ, ഏലിയ ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു. നെക്സ്റ്റ് വേർഡ്. ചില കയ്യെഴുത്ത് പ്രതികളിൽ താഴെപ്രകാരവും കാണുന്നു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ഏതു വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അതാണ് വിഷയം. അതായത് വചനം നടപ്പിൽ വരുത്തണമെങ്കിൽ നമുക്കറിയാമല്ലോ, ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്പിരിറ്റ് ഡിസേൺ ചെയ്യേണ്ടി വരും. നമ്മളിലുള്ള സ്പിരിറ്റില്ലേ, അതാണ് 9:54. ഇപ്പോൾ ഇവരെന്താ, യാക്കോബ് യോഹന്നാൻ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്താ തിരിച്ചു വയ്ക്കണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? എന്തരൂപിയായിരിക്കും? അവരെ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തരൂപിയായിരിക്കും? അത് യോഹന്നാൻ 10:10 അരൂപിയാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:10. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 10:10. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായില്ലേ അത് അരൂപിയാണെന്ന്? അവരെ തീയും ഗന്ധകവും വീണ് നശിപ്പിക്കാൻ വേണ്ടി പറയുന്ന അരൂപി എന്താണ്? യോഹന്നാൻ 10:10 അരൂപിയാണ്. എന്താണത്? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. നശിപ്പിക്കുന്ന അരൂപി എന്താണ്? ദുഷ്ടാരൂപിയാണ്. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ പറഞ്ഞത് കഥയൊന്നുമില്ല, ദുഷ്ടാരൂപിയാണ് നയിക്കണത്. സഭയിലെ പല പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദുഷ്ടാരൂപിയെ കാണാൻ പറ്റുമോ? അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരോട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുഷ്ടാരൂപിയാണ് നിങ്ങളെ നയിക്കണമെന്ന് ഈശോ പറയത്തില്ല. ഈശോ അതായത് ഭയങ്കര ടീച്ചറാണ്, ആത്മാവിൽ നിറഞ്ഞ ടീച്ചറാണ്. ആരെയും ബ്രാൻഡ് ചെയ്യത്തില്ല. യു ആർ ലീഡിങ് ബൈ ദ ഈവിൾ സ്പിരിറ്റ് എന്ന് ഈശോ പറഞ്ഞില്ല. യു മസ്റ്റ് ഇൻട്രോസ്പെക്റ്റ്. നിങ്ങളത് ആന്തരികമായിട്ട് ശോധന ചെയ്തെടുക്കണം. എന്ത് ചെയ്യണം? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണമെന്ന്. ഇത് ഓരോരുത്തരുടെ ചുമതലയാണ്, വേറെ ആരും പറയേണ്ട ചുമതലയല്ല. നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്ന് ഓരോ വ്യക്തിയും കണ്ടെടുക്കണം. ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടതെങ്കിൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല. 3 അരൂപിയുണ്ട്. ഏതരൂപിയാണ്? ദുഷ്ടാരൂപി, ലോകാരൂപി, ദൈവാരൂപി. പിടികിട്ടിയ? ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്യാനനുസരിച്ചിട്ട് ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ, രോഗികളെ കാണാൻ പറ്റണില്ലല്ലോ, ചില ആൾക്കാർ രോഗികളെ കുളിപ്പിക്കാൻ പറ്റണില്ലല്ലോ, ചിലർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ലല്ലോ, ചിലർക്ക് പത്രം പോലും കൊടുക്കാൻ പറ്റണില്ലല്ലോ. യു ആർ ഗൈഡഡ് ബൈ ദ ഈവിൾ സ്പിരിറ്റ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ അഹങ്കാരത്തിൻ്റെയും അതുപോലെ ഒരു മനുഷ്യരുടെ പേടിയുടെ അരൂപിയാണ് നിങ്ങൾ നയിക്കപ്പെടുന്നു. യു ആർ നോട്ട് ലയബിൾ ടു ടേക്ക് കവനന്റ്. നിങ്ങൾ ഉടമ്പെടുക്കാൻ ബാധ്യതയല്ല, യോഗ്യതയുമില്ല. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ബൈ നോ മീൻസ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ നയിക്കപ്പെടുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈയടിച്ചുകൊണ്ട് പാടുക. എന്റെ ഉള്ളിൽ വസിക്കാനേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പം 9:55 അല്ലെങ്കിൽ 9:54 ലൂക്കാ സുവിശേഷത്തിന് ടിപ്പണിയിൽ ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യണതാണ്. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ
പല അരൂപികളും നമുക്ക് ചെയ്യാൻ പറ്റും. ദുഷ്ടാരൂപി ചെയ്യാൻ പറ്റും, ലോകാരൂപി ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളിലും വന്നിരിക്കുന്ന മത്സരങ്ങളെല്ലാം മത്സരത്തിലാണ് നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെച്ചിരിക്കണമെങ്കിൽ അത് ലോകാരൂപിയിലാണ്, വർക്കൗട്ട് ചെയ്യത്തില്ല. മത്സരത്തിലാണ് നിങ്ങൾ ഒരു സ്ഥലം വിൽക്കാൻ പോകുമെന്ന് വിചാരിച്ചോ, സ്ഥലം വിൽക്കണമെന്ന് വിചാരിച്ചോ, അകലെ കിടക്കുന്ന സ്ഥലമാണ്, നമുക്കവിടെ പോയി നോക്കാനൊന്നും പറ്റത്തില്ല, നാട്ടുകാരെ കൈകേറുകയാണ്, അതൊക്കെ ശരിയാണ്, ആ പ്രശ്നങ്ങളെല്ലാം ശരിയാണ്, അതിനകത്ത് തെറ്റാണ്. പക്ഷേ നിങ്ങളത് വിൽക്കാൻ പോകുന്നത് എന്തിനാണ് വിൽക്കാൻ പോണത്? നിങ്ങൾ വിൽക്കാൻ പോകുന്നതിൻ്റെ കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു നില കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വീടിന്, അത് കുഴപ്പമില്ല, മകളുടെ കല്യാണമാണ്, അതൊക്കെ പറഞ്ഞ് ദൈവം അനുവദിക്കും. പക്ഷേ അതിനുശേഷം നിങ്ങൾ കാറിൻ്റെ ബ്രാൻഡ് മാറ്റാൻ പോകുന്നു, അതും ചില സമയത്ത് ദൈവം അംഗീകരിക്കും. പക്ഷേ ഉദ്ദേശം എന്താണ്? മത്സരമാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ പണി പാളാൻ സാധ്യതയുണ്ട്. അയൽവാസികളുടെയും ബന്ധുക്കളുടെയും കാറിനേക്കാൾ മേത്തരം കാറ് മേടിച്ചിട്ട് അവിടെ മേക്കെട്ട് കയറാനാണ് നിങ്ങളുടെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടപ്പിൽ വെച്ച് വെള്ളമെടുത്ത് വാങ്ങി വെക്കേണ്ടി വരും, നടക്കത്തില്ല. കാര്യം അരൂപി വേറെയാണ്. അതാണ് ചോദ്യം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? ചുമ്മാ അങ്ങനെ കൊണ്ടുവന്ന് കെട്ടിത്താത്തിയിട്ടൊരു കാര്യമില്ല. നിങ്ങളുടെ അരൂപി എന്താണ് നിങ്ങൾ അറിയണം. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നാട്ടുകാരുടെ മേക്കെട്ട് കയറാനാണ്, അവരെക്കാൾ വലിയ കേമത്വം നടിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ഫിലിപ്പിയർ 2:3 മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം ഒന്നും ചെയ്യരുത്. കാര്യം എന്താണ്? അത് ലോകാരൂപിയാണ്. ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. 14:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 14:17 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. പറഞ്ഞേ, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയാവോ? ലോക അരൂപിയിലാണ്, മത്സരത്തിലാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ വെച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. ചില ആൾക്കാർക്ക് സാക്ഷ്യം പറയാൻ പറ്റും. ചില ആൾക്കാരുടെ ഉടമ്പടി നീലയാണ്. കുറേ നമുക്കറിയാമല്ലോ, ആദ്യത്തെ ഘട്ടത്തിൽ ഉടമ്പടി പച്ചയാണ്, 2ാമത്തെ വർഷം ഉടമ്പടി നീലയാണ്, 3ാമത്തെ വർഷം ഉടമ്പടി വെള്ളയാണ്, 4ാമത്തെ വർഷം ഉടമ്പടി ആഷ് കളറാണ്, മാതാവിൻ്റെ കളറാണ്. ഈ ആഷ് കളർ വരെ എത്തിയിട്ടും സാക്ഷ്യം പറയാൻ പറ്റുന്നില്ലെങ്കിൽ സംതിങ് ഈസ് റോട്ടൺ സംവെയർ എൽസ്, എന്തോ ഒരു കുഴപ്പമുണ്ട്. അതാണ് വിഷയം. ഉടമ്പടിയുടെ കളർമാരുടെ കാര്യമില്ല, നിങ്ങളുടെ കളർ ആദ്യം മാറണം. മനസ്സിലായില്ലേ? അത് എവിടെയൊരു കുഴപ്പമുണ്ട്. ഇത്രയും നാളായിട്ട് ആ വിഷയത്തിൽ സമാധാനം ഇല്ലെന്നുണ്ടെങ്കിൽ ചില വിഷയങ്ങളെങ്കിലും അരൂപിയുടെ പ്രോബ്ലമാണ്. എന്താ കാര്യം? ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ, ഉടമ്പടി പ്രവർത്തിക്കുന്ന ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല. 14:17 എന്താണ്? ലോക അരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആദ്യമേ ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ലോകാരൂപിയുടെ ബന്ധനങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയത്തില്ല, വ്യഭിചാരം ചെയ്യരുതെന്നും പറയത്തില്ല. പറഞ്ഞിട്ടുണ്ട്, എവിടെ പറഞ്ഞിട്ടുണ്ട്. പാപത്തെ ഞങ്ങൾ ഒരിക്കലും കൃപാസന ധ്യാനങ്ങളിൽ പാപത്തെ ഞങ്ങൾ ഗൺ പോയിൻ്റ് കൊണ്ടുവരത്തില്ല. പക്ഷേ ദൈവസ്നേഹത്തെ കൊണ്ടുവരും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിനെ നമ്മൾ പഴിക്കത്തില്ല, വെളിച്ചത്തിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കും. അതെൻ്റെ കുമ്പസാരത്തിൽ ഞാൻ അങ്ങനെ ഈ കഴിഞ്ഞ 36 കൊല്ലമാണ് ചെയ്തിരിക്കണത്. ആൾക്കാരെ പാപം പറഞ്ഞ് പേടിപ്പിച്ച് കുറ്റബോധം ഉണ്ടാക്കി ചെമ്പരത്തിപ്പൂ വെച്ച് ഇവിടെ കൊടുത്ത് തുള്ളേണ്ട ആവശ്യമില്ല. ചില ധ്യാനഗ്രന്ഥത്തിലൊക്കെ മനുഷ്യൻ പോയപ്പോൾ വട്ടടിച്ച് വരുന്ന കാര്യം എന്താ? അവ ഇല്ലാത്ത പാപബോധമെല്ലാം കുത്തിക്കയറ്റി അതിനെ പ്രാന്താക്കി കളയും. നമ്മളങ്ങനെ പ്രാന്താക്കത്തില്ല. പക്ഷെ ഞങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ദൈവസ്നേഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹം കുറയുന്ന അനുസരിച്ച് വെളിച്ചം കുറഞ്ഞാൽ, വെളിച്ചം കുറഞ്ഞ ഒരവസ്ഥയില്ല, ആ അവസ്ഥയ്ക്ക് ഇരുട്ടെന്ന പേര്. ക്ലിയർ അല്ലേ? വെളിച്ചം കുറഞ്ഞതെന്ന് പറഞ്ഞൊരവസ്ഥയില്ല, ആ അവസ്ഥയ്ക്കൊരു പേരെന്താണ്? ഇറ്റ് ഈസ് ഡാർക്ക്നെസ്. അപ്പോൾ സിൻ അവിടെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് അഭ്യാസങ്ങളുള്ളത് ഉടമ്പടിയിൽ? രോഗികളെ കാണുകയും പിന്നെ വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കുകയും അതുപോലെ തന്നെ ഉപപ്രവർത്തനങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്താ ഉദ്ദേശം? ദൈവസ്നേഹത്തെ ബൂസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുള്ള ദൈവസ്നേഹത്തെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹത്തെ ബൂസ്റ്റ് ചെയ്യുമ്പോഴുണ്ട്
അതിൻ്റെ ഇഫക്റ്റായിട്ട് നിങ്ങളിലുള്ള ലോകാരൂപി സബ്സൈഡായി പോകണം. പക്ഷെ നിങ്ങൾ ദൈവസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. പണ്ടത്തെ വൈരാഗ്യം, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അതെന്താ വർക്കൗട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോകാരൂപിയെ നയിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ദൈവാരൂപിയുടെ പ്രവർത്തനങ്ങൾ അനുഭവവേദ്യമാകത്തില്ല. അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? അപ്പോസ്തലന്മാർ വന്നിട്ട് ഈശോയോട് എന്താ പറഞ്ഞത്? ഞങ്ങൾ അതായത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്നാണ്. ഈശോ തിരിച്ചു ചോദിച്ചത് എന്താണ്? യു മസ്റ്റ് ഡിസേൺ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നിങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം. എന്തരൂപിയാണ്, ദുഷ്ടാരൂപിയാണോ, ദൈവാരൂപിയാണോ, രോഗാരൂപിയാണോ നിങ്ങളെ നയിക്കണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. അത് ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇത് നോൻപ് കാലമാണ്. നോൻപ് കാലം സഭ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ ഈ രീതിയിൽ ആത്മാവിനെ കഴുകുന്ന വിഷയത്തിൽ സംസാരിക്കണം. നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ നയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് ഒരു കയ്യടി കൊടുക്കട്ടെ. ഒരുമിച്ച് പാടുക, കൈയടിച്ച് പാടുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ സബ്ജക്റ്റ് ഈശോ തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ തുടങ്ങിയതല്ല. ആ വചനം കർത്താവ് തന്നതാണ്. 11:28 കർത്താവ് തന്നതാണ്. എന്താണ്? അധ്വാനിക്കുന്നവനെ പറഞ്ഞേ, ഭാരം വഹിക്കുന്നവനെ എല്ലാവരും എൻ്റെ അടുക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. എന്നിൽ നിന്ന് പഠിക്കുവേൻ, നിങ്ങൾക്കപ്പോൾ ആശ്വാസം ലഭിക്കാം. ഈ ഡിപ്രഷന് എതിരെ വരുന്ന ദൈവത്തിൻ്റെ ചികിത്സ എന്താണ്? ആശ്വാസമാണ്. ആശ്വാസം എന്താണ്? എങ്ങനെ വരണത്? ആദ്യം തന്നെ മത്സരം ഒഴിവാക്കണം. പിന്നെ എന്താണ്? ശാന്തശീലനം ഉണ്ടാകണം. വെച്ചാൽ ശാന്തശീല ടൈം അനുവദിക്കണമെന്നർത്ഥം. ഓരോ വിഷയത്തിനും യു മസ്റ്റ് അതായത് സ്പെൻഡ് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമുണ്ട്, അനുവദിക്കണം. നിങ്ങൾ മറ്റുള്ള കോമ്പറ്റീഷനിൽ മറ്റുള്ള വ്യക്തികളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് അവരെക്കാൾ മുമ്പിൽ ഓടിയെത്താൻ വേണ്ടിയുള്ള ഒരു മിനിമം പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വരരുത്. എന്നിൽ നിന്ന് പഠിക്കണം. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ അപ്പോസ്തലന്മാർ സമറിയായി ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കൈയും കാലും വെട്ടും, ഈ വഴിക്ക് വിടത്തില്ല, ഗുരുവല്ല, ആരായാലും വിടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വിറഞ്ഞ് തുള്ളി അവർ തിരിച്ചു വന്ന് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നിങ്ങൾക്ക് എന്ത് അരൂപിയാണ് നിങ്ങൾ നയിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്? 2 പേർക്ക് ഹീലിംഗ് ടൈം കൊടുത്തു. ഈശോയുടെ ആ സമീപനം നോക്കണം. ആ 2 കക്ഷികൾക്ക്, സമറിയക്കാർക്ക്, വടുതടി ആയുധത്തോടുകൂടി ഇവരെ വെട്ടിക്കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമറിയക്കാർക്കും സമറിയക്കാരുടെ മുമ്പിൽ ചെന്ന് പണി മേടിച്ച അപ്പോസ്തലന്മാരുടെ മാനസികാവസ്ഥയ്ക്കും ഹീലിംഗ് ടൈം കൊടുത്തു. എങ്ങനെ ഈശോ ഹീലിംഗ് കൊടുത്തത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 9:54. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ. കർത്താവേ നന്ദി, ആരാധന, സ്തുതി, സ്തോത്രം യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. 9:54 വായിച്ചോളൂ. ലൂക്ക 9:54. ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ലൂക്ക 9:55. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. നെക്സ്റ്റ് വേർഡ് ഓഫ് ഗോഡ്. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അതാണ് പ്രശ്നം. ആ കേസ് എടുത്തില്ല. ആ വചനത്തിലുള്ള ഏറ്റവും വലിയ ന്യൂക്ലിയർ വചനം, അവൻ ഈ രണ്ടുപേരെയും ലീവ് ചെയ്തു. അപ്പോസ്തലന്മാർ ഡിമാൻഡ് ഒഴിവാക്കി, സമറിയക്കാരുടെ ഡിമാൻഡ് ഒഴിവാക്കി. അവനെന്ത് ചെയ്ത്? അവൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. 2 കക്ഷികൾക്ക് ഹീലിംഗ് ടൈം കൊടുക്കുകയാണ്. 2 കക്ഷികൾക്ക്, സമറിയക്കാരും കുറച്ച് കഴിയുമ്പോൾ നന്നാകും. അതിൻ്റെ വിഷയം എന്താണ്? ഈ സമറിയക്കാരെ കുറച്ച് കഴിയുമ്പോൾ നന്നാകും. അവർക്ക് നന്നാകാനുള്ള സമയം കൊടുക്കുകയാണ്. അപ്പോസ്തലന്മാർ കൊടുത്തില്ലല്ലോ, അതല്ല പ്രശ്നം. ഈ അപ്പോസ്തലന്മാരും കുറച്ച് കഴിയുമ്പോൾ നന്നാകും. ടൈം കൊടുക്കണം. ചിലതിന് നമ്മൾ ടൈം അനുവദിക്കേണ്ടി വരും. ആ സമറിയക്കാരനെ തന്നെ ഈശോട് ഇത്തരെ വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ സമറിയക്കാരെ, പക്ഷേ കർത്താവ് അടുത്ത ശ്വാസത്തിൽ കഥ പറയുന്നുണ്ട്. എന്തിൻ്റെ കഥയാണ് പറയണത്? ഒരുത്തം വന്ന് ഈശോയോട് ചോദിക്കും, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ പറഞ്ഞ്, നിയമത്തിൽ എന്താ എഴുതിയിരിക്കണത്? അപ്പോൾ പറഞ്ഞു, നീ എല്ലാത്തിനും ഒരു ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോൾ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നീ പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ അത് തിരിച്ചു വന്ന് ചോദിച്ചിട്ട്, ആരാണ് അയൽക്കാരൻ? അപ്പോൾ കർത്താവ് കഥ പറയും. ആരാ കഥ പറയണത്? ഒരിക്കൽ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയാണ്. സമറിയായി കൂടി പോരെ, ജെറീക്കോയിലേക്ക് പോവുകയാണ്. അപ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അപ്പോൾ അതിലൂടെ അകപ്പെട്ട് അവൻ അർത്ഥപ്പറനാക്കി തിരിച്ചു പോയി. അവൻ അതിൻ്റെ കൂടെ ഒരു പുരോഹിതൻ പോയി, ലേവായൻ പോയി, ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ ആര് വന്നു? സമറിയക്കാരൻ വന്നു. ഏത് സമറിയക്കാരനാണിത്? അവരെ വഴിവിടാഞ്ഞ സമറിയക്കാരൻ ഇവിടെ അവൻ്റെ കഥയിലെ ഏറ്റവും വലിയ ഉപവിപ്രവർത്തനക്കാരനാണ്. അതാണ് ഈശോ, അതാണ് ദൈവം, അതാണ് ദൈവാരൂപി, അതാണ് ദൈവാരൂപി നയിക്കപ്പെടുന്നത്. റോമ 8:14. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാനേ, ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാനേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഇത് കണ്ടില്ലേ? തന്നെ അഴിവിടത്തില്ല, തൻ്റെ അപ്പോസ്തലന്മാരുടെ കൈയും കാലും വെട്ടുവെന്നും സമറിയക്കാരനെ ഈ ലോകത്ത് ഏറ്റവും പരസ്നേഹത്തിൻ്റെ ഒരു വക്താക്കളായിട്ട് ഈശോ അടുത്ത ശ്വാസത്തിൽ തൻ്റെ കഥയിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ അതെന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈശോയുടെ വചനം കേൾക്കുന്ന ഓരോ മക്കളും സ്പർദ്ധയിൽ, വൈരാഗ്യത്തിൽ, മത്സരത്തിൽ, ആക്രമണങ്ങളിലെല്ലാം ദൈവാത്മാവിനാൽ ലോകാരൂപി ശക്തപ്പെടുമ്പോഴേ, ദുഷ്ടാരൂപി ശക്തപ്പെടുമ്പോഴേ, നീയും ദുഷ്ടാരൂപിയുടെ വേഷം കെട്ടാതെ മറിച്ച് ദൈവാരൂപിയുടെ വേഷം കെട്ടാൻ വേണ്ടി, ദൈവാരൂപിയെ നയിക്കപ്പെടാൻ വേണ്ടി അതിശക്തമായി ഇടിനാദം പോലെ ശ്രദ്ധിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഉടമ്പടി ശരിക്കും ഒരു സ്പ്രിംഗ് ടൈമിലേക്ക് വരുന്നത്. ഉടമ്പടി പൂത്തുലയണത് ഇവിടെയാണ്. അതായത് വെൻ യു ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അരുവിയാൽ നിങ്ങൾ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഗലാത്യർ 5:22 സംഭവിക്കും. ആത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗലാത്യർ 5:22-23. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ പറഞ്ഞോ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. എൻ്റെ മക്കളെ, നമ്മൾ ഉടമ്പടിയെ കുറിച്ചാണ് ധ്യാനിക്കണത്. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടാരൂപിയോട് ചെയ്യാൻ പറ്റത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. ലോകാരൂപിയോട് ചെയ്യാൻ പറ്റത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. എന്തരൂപിയാണ് ചെയ്യേണ്ടത്? ദൈവാത്മാവിനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 12 ഫലങ്ങൾ ഉണ്ടാകണം. ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ 12 ഫലങ്ങളാണ്. എന്തായാലും ഏറ്റവും വലുത് എന്താണ്? സ്നേഹം. ചെയ്യുന്ന വ്യക്തികൾ എന്തായാലും സ്നേഹത്തോടെ ചെയ്യണം. മനസ്സിലായില്ലേ? സ്നേഹത്തോടെ അല്ല ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താത്വികമായിട്ട് ചെയ്യാം. ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് അങ്ങോട്ട് ചെയ്ത് മാറ്റുക. ക്ലിയർ? അതേസമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂമറിക്കലായിട്ട് ചെയ്യാം, സംഖ്യാപരമായിട്ട് 10 ചെയ്യാൻ പറഞ്ഞാൽ 10 അങ്ങോട്ട് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നിക്കായിട്ട് ചെയ്യാം, സാങ്കേതികമായിട്ട് ചെയ്യാം. ഇങ്ങനെ ഒന്നും ചെയ്താൽ ഉടമ്പടിക്ക് ഫയർ ആകത്തില്ല. ഇപ്പം ചില ഒരു എന്താ പറയണത്, ഈ പഴയ ജാവ ബൈക്ക് വെച്ചുകൊണ്ട് ചവിട്ടി സ്റ്റാർട്ടാക്കുന്നില്ലേ? ചവിട്ടി സ്റ്റാർട്ടാക്കിയാൽ ഇഗ്നിയും ചെയ്യത്തില്ല, ഫയറാകത്തില്ല. അതുപോലെ ഉടമ്പടി ചവിട്ടി മരിക്കാവുന്നതല്ലാതെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, അവൻ പറയണ പോലെ ചെയ്യുന്ന ഉടമ്പടി നടപ്പിൽ വരുത്താൻ സുവിശേഷവിഹിതമായ ആത്മാവിന്റെ ഫലങ്ങളായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. ദൈവസ്നേഹം നിറഞ്ഞു ചെയ്യുവാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെപ്പോഴും വന്നത് ആത്മാവിനാൽ. റോമ 8:14 അനുസരിച്ച് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ഗലാത്യർ 5:22-23 അനുസരിച്ച് കൊണ്ട് ആത്മാവിൻ്റെ ഫലമുണ്ടാവുമെന്ന് പറഞ്ഞ് ആത്മാവിൻ്റെ ഫലങ്ങൾ ഒന്നാമത്തെ സ്നേഹമാണെന്ന് പറഞ്ഞു. ആ സ്നേഹത്താലാണ് ഉടമ്പടിയുടെ ചെയ്തികൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പോകേണ്ടത്.
എന്താ കാര്യം എന്നറിയാമോ? ഈ നമ്മൾ ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് ലൈറ്റ് വെയ്റ്റനിങ്, അല്ലേ? ലൈറ്റ് വെയ്റ്റനിങ്, അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ്. ഇത് രണ്ടും സംഭവിക്കുന്നത് സ്നേഹത്തിലാണ്. ഉടമ്പടിയുടെ മെയിൻ സംഭവങ്ങൾ എന്താണ്? മേജർ ഡ്യൂട്ടി ചെയ്യും. രണ്ടാമത്തെ എന്താണ്? ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരക്കുറവ്, കുറഞ്ഞ വലിയ ഭാരമുള്ള വിഷയം നിസ്സാരമായിട്ട് നടക്കും. അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ്, സമയച്ചുരുക്കം സംഭവിക്കും. പക്ഷേ സമയച്ചുരുക്കത്തിൻ്റെ ഉടമ്പടി പ്രോസസ്സും അതുപോലെ ലൈറ്റ് വെയ്റ്റനിങ് സംഭവിക്കുന്നത് ഔട്ട് ഓഫ് ലവ് ആണെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. സ്നേഹത്തിലാണ് ഈ സമയം ചുരുങ്ങണത്, സ്നേഹത്തിലാണ് ലൈറ്റ് വെയ്റ്റനിങ് സംഭവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 29:20 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ നന്ദി, കർത്താവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉൽപ്പത്തി 29:20 ഉൽപ്പത്തി പുസ്തകം 29:20 രണ്ട് സബ്ജക്റ്റാണ് ഡീൽ ചെയ്യണത്. ഉടമ്പടി സംഭവിക്കുന്ന ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരക്കുറവ്, വലിയ ഭാരമുള്ള വിഷയങ്ങൾ ഈസിയായിട്ട് എങ്ങനെ സംഭവിക്കുന്നു, അതുപോലെ ടൈം ഷോർട്ടനിങ്, സമയച്ചുരുക്കം എങ്ങനെ സംഭവിക്കുന്നു, എന്താണ് എൻ്റെ കണ്ടൻറ്റ്, ഉടമ്പടിയിൽ എന്ത് കണ്ടൻറ്റ് ചേർക്കുമ്പോഴാണ് ലൈറ്റ് വെയ്റ്റനിങ് സംഭവിക്കുന്നത്, ഉടമ്പടി എന്ത് കണ്ടൻറ്റ് ചേർക്കുമ്പോഴാണ് സമയച്ചുരുക്കം ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നത്. ഉൽപ്പത്തി 29:20. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ. ഇത് രണ്ടും ഒരേ സംഭവത്തിൽ കിടക്കുകയാണ്. ലൈറ്റ് വെയ്റ്റനിങ്ങും ടൈം ഷോർട്ടനിങ്ങും ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 29:20 എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതിൽ ലയയാണ് കല്യാണം കഴിച്ചത്. ആര്? യാക്കോബ്, അല്ലേ? അപ്പോൾ പിന്നീട് ചേട്ടത്തിനാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് പിന്നെ ലാബാനോട് പറഞ്ഞു, ഞാൻ 7 കൊല്ലം കൂടി നിനക്ക് വർക്ക് ചെയ്തു തരാം. എനിക്ക് അന്നത്തെ കാലത്ത് നടപ്പാണ് കേട്ടോ. ഇന്നിപ്പോൾ ചെടുത്ത് കിട്ടിയ ആൾക്കാർ പോയി അനിയത്തെ കിട്ടാമെന്ന് നോക്കരുതേ. അന്നത്തെ കാലത്തെ രീതിയാണ്, സമൂഹ രീതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നീ എൻ്റെ റാഹേലിനെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. ആരും? യാക്കോബ് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ 7 കൊല്ലം പണി ചെയ്യാമെന്ന് പറഞ്ഞില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? 7 കൊല്ലം പണിയെന്ന് ചെയ്തെന്ന് വെച്ചാൽ, അതായത് ഈ ആട് വളർത്തലൊക്കെയാണ് പരിപാടിയെ. അതത്ര നിസ്സാര പരിപാടിയല്ല. രാവിലെ 6 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം 8 മണി വരെയുള്ള പ്രോഗ്രാമാണ്. ഇത് 7 കൊല്ലം ആ കക്ഷി ചെയ്തതാണ്. പക്ഷെ ഭജനം എന്താ പറയണത്? അവളോടുള്ള സ്നേഹത്തല്ല. അതായത് ആഹബ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ബൈബിളിൽ. അതിലാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പറയുന്ന ആഹബിൽ. ആഹബ് എന്ന് പറയുന്ന ബൈബിൾ വാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെബ്രായ വാക്കാണ്, ഹീബ്രു വാക്കാണ് ആഹബ്. ആഹബ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. പക്ഷേ 2-3 തരം സ്നേഹമുണ്ട്. ഒന്ന് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, അതെല്ലാം ആഹബാണ്. പിന്നെ സെസ് എന്ന് പറഞ്ഞൊരു സ്നേഹമുണ്ട്, അത് ഹീബ്രു ആണ്. അത് ഉത്തമഗീതത്തിലെ വൈകാരിക പ്രണയ സ്നേഹമാണ്. പ്രണയ സ്നേഹത്തിന് സെസ് എന്നാണ് പറയണത്. ആഹബ് എന്ന് പറയണത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം. പിന്നെ എന്താ സംഭവിച്ചിരിക്കണത്? പിന്നെ ഒരു സ്നേഹം കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം, അതിന് ആഹബാണ്. ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ്റെ സ്നേഹം മനസ്സിലാക്കാനല്ല. മനസ്സിലായില്ലേ? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് കഥ പറഞ്ഞാലും അതിൻ്റെയൊക്കെ ആന്തരികമായ ഒരു സ്പൈനൽ കോഡ് എന്ന് പറയണത് ലവ് ഓഫ് ഗോഡാണ് സംഭവം. ഇപ്പോൾ എന്താ ഇവിടെ പറയണത്? ആഹബാണ്. ആർക്കുണ്ടായിരുന്നത്? അപ്പോൾ യാക്കോബിന് റാഹേലിനോട് ആഹബ് ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. അത് കാരണം എന്നാ സംഭവിച്ചിരിക്കണത്? സമയച്ചുരുക്കം സംഭവിച്ചെന്ന്. 7 വർഷം 7 ദിവസമായിട്ട് സംഭവിച്ചുള്ളൂ, അറിഞ്ഞുള്ളൂ. അതാണ് സമയം. അപ്പം സമയച്ചുരുക്കത്തിൻ്റെ കണ്ടൻറ്റ് എന്താണ്? ദൈവസ്നേഹമാണ്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ദൈവസ്നേഹമില്ലാതെ ഓരോ കാര്യം ചെയ്താൽ ഉടമ്പടി സമയച്ചുരുക്കം സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റനിങ് സംഭവിക്കണത് എന്താണ്? 7 വർഷത്തെ കഠിനാധ്വാനമാണ് ആ മനുഷ്യന് ചുമ്മാ ഒരു പേപ്പർ വെയിറ്റ് പോലെ തോന്നിയത്, സിമ്പിളായിട്ട് തോന്നി. അധ്വാനിക്കുന്നതിനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുക്ക വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്, എന്നിൽ നിന്ന് പഠിക്കാൻ പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കർത്താവിനെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടാണ് അവൻ പറയണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ദൈവത്തിന് നിൻ്റെ ഉടമ്പടിയിൽ ടൈം ഷോർട്ടണിങ്ങും ലൈറ്റ് വെയിറ്റിങ്ങും സംഭവിച്ചിരിക്കും, സമയിച്ചിരിക്കും. അതുപോലെ ഭാരലഘുത്വം സംഭവിച്ചിരിക്കും. കൈയിട്ടിച്ച് കർത്താവ് ഞങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ ഉടമ്പടിയിൽ സമയച്ചുരുക്കം ഉണ്ടാക്കുന്ന, ഭാരലഘുത്വം ഉണ്ടാക്കുന്ന കണ്ടൻ്റായ ആഹബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള സ്നേഹം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം. ഇത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങളെ രോഗികളെ കാണാൻ പോകാനും, രോഗികളെ ഭക്ഷണം കൊടുക്കാനും, ആശുപത്രി പോകാനും, ആതുര സേവനത്തിൽ ആതുരത്തിൽ പോകാനും. ഇങ്ങനെ ഓരോ കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യണത് എന്തുകൊണ്ടാണ്? നിങ്ങൾ IELTS പാസ്സാകണമെങ്കിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാണ് ചില ആൾക്കാർ ചെയ്യണത്. അതാണ് ഈ കുഴപ്പം പറഞ്ഞത്, പാസ്സാകത്തില്ല. നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഐ ഡു ഇറ്റ് ബിക്കോസ് ഐ ലവ് ജീസസ്. അതാണ് വിഷയം. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാലേ പിന്നെ ദൈവത്തിന് വല്ലാത്തൊരവസ്ഥയാണ്. അതായത് ദൈവത്തെ നമ്മൾ സ്നേഹിക്കണമെന്ന് പണ്ട് റൂത്തില്ലേ ബൈബിളിൽ, റൂത്ത് എന്താണ്, മഹ്ലോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ റൂത്ത് എന്താണ് നവോമിയോട് പറഞ്ഞത്? റൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിലെ ഒരു കഥാപാത്രം, മോവാബുകാരത്തിയാണ്, ഇസ്രായേൽക്കാരത്തിയല്ല, അയഹൂദനാണ്. പക്ഷേ റൂത്ത് എങ്ങനെയാണ് കർത്താവിൻ്റെ കുടുംബത്തിലേക്ക് വന്നത്? ഒറ്റ വർത്തമാനം കൊണ്ട് വന്നതാണ്. റൂത്ത് മോവാബുകാരത്തിയാണ്. മോവാബിൻ്റെ കാര്യം അറിയാമല്ലോ. ലോത്തിൻ്റെ പെമ്മക്കൾ അപ്പനെ പ്രാപിച്ചുണ്ടാക്കിയ ആൾക്കാരാണ് മോവാബുകാർ. നോക്കണം, ഒരു കാലത്ത് ഒരു തലമുറ അവർ പാപമായിരുന്നു, പാപത്തിൽ ജീവിച്ച ആൾക്കാരാണ്. പെമ്മക്കൾ തന്നെ അപ്പനെ വെള്ളം അടുപ്പിച്ചിട്ട് അപ്പനെ പ്രാപിച്ച് ഉണ്ടാക്കിയ മക്കളാണ് മോവാബുകാർ. ഈ മോവാബുകാരുടെ സന്തതിയാണ് റൂത്ത്. ഈ റൂത്ത് പക്ഷേ ഒരു കാലത്ത് അവളുടെ ഭർത്താവ് മഹ്ലോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ നവോമി, മഹ്ലോൻ്റെ അമ്മ നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ നിൻ്റെ ഭർത്താവ് മരിച്ചില്ലേ, ഇനി നിൻ്റെ ചാർച്ചക്കാലിലേക്ക് പോയി രണ്ടാമത് വിവാഹം കഴിച്ചു, നീ സമാധാനം ജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ റൂത്ത് പറഞ്ഞ് ഞാൻ പോകത്തില്ല. അതാണ് പ്രശ്നം, ഞാൻ പോകത്തില്ല. എന്താ കാര്യം? എൻ്റെ അമ്മ പോകുന്ന സ്ഥലത്ത് ഞാൻ പോകും, അമ്മ വസിക്കുന്നിടത്ത് ഞാൻ വസിക്കും, അമ്മ തിന്നണ ഭക്ഷണം ഞാൻ തിന്നും, അമ്മ എവിടെയാണ് വർക്ക് ചെയ്യണത് വസിക്കണം അവിടെ വസിക്കും. ഒരു വല്ലാത്ത വർത്തമാനം റൂത്ത് പറഞ്ഞ്, ദൈവം ഒരു കാലത്തും മറക്കാത്തൊരു വർത്തമാനം റൂത്ത് പറഞ്ഞ്, ഇനി മുതൽ അമ്മയുടെ ദൈവം എൻ്റെ ദൈവം. അതാണ് ദൈവസ്നേഹം എന്ന് പറയണത്. അവൾ ഇത്രയും പറഞ്ഞത്, അമ്മ പോകുന്നിടത്ത് ഞാൻ വരും, അമ്മ വസിക്കുന്നിടത്ത് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കാനോ എൻ്റെ നാട്ടിൽ പോകാനോ എന്നോട് പറയരുത്. എനിക്ക് നിങ്ങളാണ് അമ്മ. അമ്മ എവിടെ പോകുന്നു അവിടെ ഞാൻ വരും, ഞാൻ താമസിക്കും. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, അമ്മയുടെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കൾ. അതിൽ ഒരു സാധനം, ഒരു കണ്ടൻ്റ് ഉണ്ട് ദൈവസ്നേഹത്തിൻ്റെ. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ ഫ്രൂട്ട്സ് ഓഫ് ദി ലവ് ഓഫ് ഗാഡ്. ഒരു ദൈവസ്നേഹത്തിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് വി ആർ ടോക്കിംഗ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ റൂത്തിൻ്റെ വർത്തമാനം കേട്ട ഒരു ചെവിയുണ്ട്, ഒരു ആനച്ചെവിയും വെച്ചുകൊണ്ട് ഒരു ദൈവം ഈ വാക്ക് കേൾക്കാനിരിപ്പുണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പകർച്ച കേൾക്കാനിരിക്കുന്നുണ്ട്. അവനത് കേട്ടു. എന്താണ് റൂത്ത് പറഞ്ഞത്? അമ്മയുടെ ദൈവം എൻ്റെ ദൈവം. ആ ദൈവം പിന്നെ എന്താ ചെയ്തതെന്നറിയാവോ? റൂത്ത് നവോമിയുടെ കൂടെ വന്ന് ബെത്ലഹേമിൽ താമസിക്കും. അപ്പം നവോമി പറയും, മകളെ നമുക്ക് പട്ടിണിയല്ലേ, ക്ഷാമമല്ലേ നാട്ടിലെ, നീ കൊയ്ത്തുകാരുടെ കൂടെ പോ, നിനക്ക് കൊയ്ത്തൊന്നും അറിയാൻ പാടില്ല, കൊയ്ത്ത് നിന്നെ നിർത്തത്തുമില്ല, പക്ഷെ കാലാപെറുക്കാൻ ചിലപ്പോൾ നിന്നെ അനുവദിക്കും. കാലാപെറുക്കാൻ വെച്ചാൽ കൊയ്ത്തുകാർ കൊയ്ത്ത് പോകുമ്പോൾ അതിൻ്റെ പുറകെ കൊയ്മ വീണ് പോകണ കതിരുകളും പതിരുകളും ഒക്കെ പെറുക്കാൻ ചിലപ്പോൾ. അപ്പോൾ എന്തുമാത്രം പട്ടിണിയാണ് നാട്ടിൽ. ഈ പട്ടിണിക്കാലത്താണ് അവൾ അമ്മയുടെ ദൈവം എൻ്റെ ദൈവം,
പട്ടിണിയെങ്കിൽ പട്ടിണി, അമ്മയുടെ ദൈവം എൻ്റെ ദൈവം. നോക്കിയേ, ഒന്നും നേടാൻ വേണ്ടിയല്ല, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി അമ്മയെ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് ബൈബിൾ. ശ്രദ്ധിക്കട്ടെ. ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ നിങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതനേ അത്യുന്നതനേ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. ഉന്നതനീ അത്യുന്നതനീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. റൂത്ത് 1:16 എടുത്തേ. റൂത്ത് 1:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. റൂത്ത് 1:16. റൂത്ത് 1:16. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. റൂത്ത് 1:16 ഇവിടെ പ്രകടിപ്പിച്ചൊരു ദൈവസ്നേഹമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ദൈവം ആനച്ചെവിയും കൊണ്ടിരിക്കുകയാണ് നിൻ്റെ വർത്തമാനം കേൾക്കാൻ. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് ഒരിക്കൽ തോന്നിയാൽ പിന്നെ ഒരിക്കൽ നീ ആയിരിക്കത്തില്ല. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നറിയാവോ? ഇനി ശേഷം റൂത്തിനെ നയിക്കുന്നത് ആരാണെന്നറിയാവോ? നവോമിയല്ല, അവൾ വിശ്വാസം പ്രഖ്യാപിച്ച് സ്നേഹം പ്രകടിപ്പിച്ച ദൈവമാണ്. അത് വായിക്കണമെങ്കിൽ റൂത്ത് 2:3 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. റൂത്ത് 2:3. അവൾ പറഞ്ഞു, പൊയ്ക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപിറക്കി. എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. ഇത് നവോമി എത്തിച്ചതല്ല, ഇത് ആരാണെന്നറിയാം? ബോവാസിന്റെ വയലിൽ ഒന്ന് വായിച്ചേ. എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. എത്തിച്ചേർത്തതാ. അവിടെയാണ് പ്രശ്നം. അത് നവോമിയല്ല. അവളെ സ്നേഹിച്ചൊരു ദൈവമില്ലേ? ആ ദൈവത്തിന് നീ സ്നേഹിക്കണ നിന്റെ ദൈവത്തിനറിയാം നീ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന്. കൈയടിച്ച് കർത്താൻ വിളിച്ചതിന് സ്വന്തമാക്കിയതിന് നന്ദി പറയുന്നു.
പരമ ദിവ്യകാരുണ്യത്തിന് ഇത് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒരു മർമ്മമാണ്. രാവിലെ ഈശോ എന്നോട് പറഞ്ഞതാണ് ഇതൊക്കെ. അല്ല, ഇന്നലെ വരെ എനിക്കത് അറിയത്തില്ല. അതായത് നമ്മളെ ആരും എത്തിച്ചേർക്കുകയല്ല, നമ്മൾ എത്തിച്ചേരുകയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ദൈവം നിന്നെ എത്തിച്ചേർക്കുകയാണ്. നീ എത്തേണ്ട സ്ഥലം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ദൈവപൈതലെ, ദൈവത്തെ നീ സ്നേഹിക്കുക, ദൈവത്തെ നീ സ്നേഹിക്കുക. ശ്രദ്ധിക്കട്ടെ. ഇനി കർത്താവിൻ്റെ ഒരു കൈ കൂടി ഇതിൻ്റെ അകത്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോവാസ് ആരാണെന്ന് നമുക്കറിയാം. എലിമലേക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഈ ബോവാസ് ആണ് റൂത്തിന്, മോവാബുകാരത്തെ റൂത്തിനെ ആ പാടശേഖരത്തിലാണ് ചെല്ലാൻ ദൈവം ഗൈഡ് ചെയ്തത്. എന്നിട്ട് ബോവാസിനെ കുറിച്ച് വന്ന് നവോമിയോട്, അമ്മായിയമ്മയോട് പറഞ്ഞു, ഇന്ന് ബോവാസിൻ്റെ പാടത്തിലാണ് ഞാൻ ചെന്നതെന്ന് പറയും. അപ്പോഴുടനെ നവോമിക്ക് കത്തും. ബോവാസ് നവോമിയുടെ ഒരു അകന്ന ബന്ധുവാണ്. അപ്പോൾ നവോമി പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയും. കാര്യം നവോമിക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പറയും. നവോമി റൂത്തിനോട് പറയത്തില്ല, പക്ഷേ നവോമിക്ക് മനസ്സിലാകും ദൈവം എങ്ങോട്ടാണ് ഇവളെ കൊണ്ടുപോകുന്നതെന്ന്. അവസാനം ബോവാസിനെ കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം നവോമി പറഞ്ഞിട്ട് റൂത്ത് പ്രകടിപ്പിക്കും. അപ്പോൾ ബോവാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, മകളെ എന്നാ വിളിക്കണം. അപ്പോൾ അതൊരു അപ്പൻ്റെ പ്രായമുണ്ടെന്ന് അർത്ഥം, മനസ്സിലായില്ലേ? മകളെ എന്ന് വിളിക്കണേ. ബോവാസ് ആരാ? റൂത്തിന് പ്രായം കുറവാണ്, 10-20 വയസ്സേ ഉള്ളൂ. അയാൾക്ക് 10-60 വയസ്സുണ്ട്. അത് മകളെ എന്നാ വിളിക്കണം. അപ്പം തന്നെ മനസ്സിലാകണ്ടേ? ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ദൈവം നമ്മോട് പറയാതെ പറയുന്നുണ്ട്. മകളെ, നീ നല്ലവളാണ്, പക്ഷെ നിന്നെ സ്വീകരിക്കാൻ എന്നേക്കാൾ അവകാശമുള്ള ആൾക്കാർ നിൻ്റെ കുടുംബത്തിലുണ്ട്. അതാണ് എന്തൊരു ന്യായമായ ഒരു മനുഷ്യനാണ് അയാൾ. എന്താ പ്രസവജനം? മഹ്ലോൻ, ഇസ്രായേലിൻ്റെ നിയമം എന്താ വെച്ചാൽ, മഹ്ലോൻ ഈ നവോമിയുടെ മകനാണ്. മരിച്ചാൽ അവൻ്റെ വസ്തുക്കൾ കടത്തിപ്പോയതാണ്. അവൻ്റെ വൈഫിനെ സ്വീകരിക്കുന്നവൻ കടത്തിൽ നിന്ന് വസ്തുവിനെ വീണ്ടെടുക്കേണ്ടി വരും. ആ വസ്തുവിനെ വീണ്ടെടുക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ വൈഫിനെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോവാസ് പറയും, നിൻ്റെ കുടുംബത്തിൽ ഞാനല്ല അവകാശി, നിൻ്റെ അവകാശി, നിന്നെ സ്വീകരിക്കേണ്ട ആൾ വേറെയുണ്ട്. അവന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ രണ്ടാം അവകാശമായിട്ട് എനിക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോ. നാളെ പട്ടണത്തിലെ പ്രമാണിമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ആളെ നിൻ്റെ അവകാശം, നിൻ്റെ മഹ്ലോൻ്റെ സ്ഥാനത്ത് അവൻ്റെ കുടുംബത്തിൻ്റെ വസ്തുവല്ലേ, അത് വീണ്ടെടുക്കേണ്ടതാണ്, നഷ്ടപ്പെടാൻ പാടില്ല. അത് വീണ്ടെടുക്കേണ്ട ആളിന് അത് വീണ്ടെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കണം. ചോദിച്ച് ഉറപ്പ് വരുത്തണമെന്ന് പറയും. അങ്ങനെ ഉറപ്പ് വരുത്തുമ്പോൾ അയാളെ കണ്ടുപിടിക്കും. ബോസ് പിറ്റേ ദിവസം കണ്ടുപിടിക്കും. അയാളെ കണ്ടുപിടിക്കുമ്പോൾ അയാൾ പറയും, എനിക്ക് ബാധ്യതയൊക്കെ ഉണ്ട്, തന്നെയല്ല എൻ്റെ കുടുംബത്തിൻ്റെ അവകാശം പോകുന്ന ഒരു പരിപാടിയാണത്, അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ലെന്ന് പറയും. അങ്ങനെയാണ് ബോവാസ് റൂത്തിനെ കല്യാണം കഴിക്കുകയും മഹ്ലോൻ്റെ വസ്തു പണം കൊടുത്ത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് ആ വിഷയം അവസാനിക്കണില്ല. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് കൊണ്ട് തന്നെ പിന്നീട് ദൈവം ഇവളെ അങ്ങ് മകളായിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കും. ആ ഒരു വാക്ക് നമ്മുടെ നാക്കുകൊണ്ട് എന്ത് പറയുന്നു, അപ്പോഴാണ് ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണത്. ബോവാസ് റൂത്തുമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ നിലയിൽ അവർ സംയോജിച്ച് കഴിയുമ്പോൾ ബൈബിൾ പറയുന്നൊരു വാക്കുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റൂത്ത് 4:13 ശ്രദ്ധിക്കട്ടെ. ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു,
ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവന്റെ ഭാര്യയായി. അവൻ അവളെ പ്രാപിച്ചു. കർത്താവിന്റെ അനുഗ്രഹത്താൽ ഇതാണ് പ്രശ്നം. അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. ഇവർക്ക് 60 വയസ്സും 60 കൂടി വയസ്സും ഇവർക്ക് 16 വയസ്സുമാണ്. ഇവിടെ എന്താ പ്രശ്നം? കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിലും അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞില്ലേ, വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ. അതുകൊണ്ടാണ് റൂത്ത് 4:13 പറയണത്. അവൻ അവളെ പ്രാപിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടുണ്ടായ ജൈവശാസ്ത്രപ്രകാരമുള്ള ജഡിക സന്തതിയല്ല ജനിച്ചിരിക്കണത്. ആരാ ജനിച്ചിരിക്കണത്? കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. പറഞ്ഞേ, കർത്താവിന്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി. ഒരു പുത്രനെ പ്രസവിച്ചു. ഇവിടെ എന്താണ് ഇന്ന് 26 വയസ്സുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് 26 വയസ്സ് ആയിട്ട് മക്കളില്ല? പിന്നെ എന്താണ് ഉടമ്പടി എടുക്കുമ്പോൾ മക്കളുണ്ടാകണത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തുള്ള സാക്ഷ്യം എന്താ? ഒറ്റ ലൈറ്റ് ക്യാൻഡിലാണ് 12 കൊല്ലം മക്കൾ കഴിഞ്ഞവർക്ക് ഒറ്റ ലൈറ്റ് ക്യാൻഡിലിന് എന്താണ് മക്കളുണ്ടാകണത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായമോ, നിങ്ങൾക്ക് ബീജമുണ്ടോ, അണ്ടമുണ്ടോ, അല്ലെങ്കിൽ ഗർഭപാത്രം ചുരുങ്ങിയതാണോ വലുതാണോ, ഇതൊന്നും കർത്താവിന് പ്രശ്നമല്ല. നിങ്ങളുടെ പ്രായം കവിഞ്ഞവരാണ്, നിങ്ങളുടെ രണ്ടുപേരെയും പ്രായം കവിഞ്ഞതാണ്, ഇതൊന്നും വേദപുസ്തകം കാര്യമാക്കുന്നില്ല. കാര്യമാക്കണത് എന്താണ്? കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ? കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു മനസ്സില്ലേ, അതാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് അഹബ് എന്ന് പറയുന്ന ദൈവസ്നേഹത്തിലാണ് ഉടമ്പടിയുടെ 3 കാര്യങ്ങൾ നടക്കുന്നത്. അഹബിന് ബോവാസിന് വയസ്സെത്രയാണ്? 60 മേൽ വയസ്സാണ്. റൂത്തിന് 20 വയസ്സാണ്. ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകണത്? റൂത്ത് 4:13 അനുസരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. അതിന് റൂത്ത് എന്തുകൊണ്ടാണ്? റൂത്തിന് ആ അനുഗ്രഹം കിട്ടാൻ കാര്യം എന്താണ്? ദൈവത്തോടുള്ള അവളുടെ സ്നേഹമാണ്. അപ്പോഴെന്താണ്? ബോവാസിന് 60 വയസ്സുണ്ട്, മെരിട്ടില്ല. അതാണ് സംഭവം. ഉടമ്പടിയുടെ മെയിൻ സബ്ജക്റ്റാണത്. ബോവാസിന് കുട്ടി ഉണ്ടാകാനുള്ള മെരിട്ടില്ല, പ്രായം കവിഞ്ഞ ആളാണ്. പക്ഷേ നോട്ട് ബൈ മെരിറ്റാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, ബട്ട് ബൈ ഗ്രേസ്. അതാണ് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. അതാണ് 2-3 കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി ഒന്നാമതായിട്ട് വർക്ക് ചെയ്യണത് ഗലാത്യർ 5:22 അനുസരിച്ചുള്ള ആഹബ് അനുസരിച്ചാണ്. സ്നേഹം, ദൈവസ്നേഹം അനുസരിച്ചാണ് വർക്ക് ചെയ്യണത്. ദൈവസ്നേഹമാണ്. നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ചെയ്താലും മിനിമം ദൈവസ്നേഹം ഉണ്ടാകണം. ദൈവസ്നേഹത്തിൻ്റെ നിലവാരം കൂടുന്നതനുസരിച്ച് കൊണ്ട് നോട്ട് ബൈ മെറ്റിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ മക്കളില്ലാത്തൊരു 10 പേര് കുടുംബങ്ങളിൽ ഒരു ദിവസം ഇവിടെ വരും. പക്ഷേ ഈ മക്കളില്ലാത്തവർ വരുമ്പോൾ നിങ്ങൾ ഓർക്കരുത് അച്ഛൻ്റെ ബ്ലെസ്സിങ് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യണമെന്ന്. ആ ചിലപ്പോൾ കുറച്ച് 10-20% ബാക്കി 80% ദൈവസ്നേഹത്തിൽ അവർക്ക് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അവൻ പറയണ പോലെ ചെയ്യുന്ന ഉടമ്പടി പ്രസംഗം എല്ലാം ആഹബ് കൊണ്ടാണ് ടൈം ഷോർട്ടണിങ് ചെയ്യണത്, ആഹബ് കൊണ്ടാണ് ലൈറ്റ് വെയിറ്റിംഗ് ചെയ്യണത്, ആഹബ് കൊണ്ടാണ് ദൈവസ്നേഹം കൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത്. കൈയടിച്ച് കർത്താവിനെ നിൻ കൃപ
മതി ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. സന്തോഷമായി നിൽക്കണം കേട്ടോ. നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകുമല്ലോ. ഈ സമയത്ത് കർത്താവ് ഒത്തിരി പേരെ സുഖപ്പെടുത്തുന്ന എല്ലാവരും വന്ന് സാക്ഷ്യം പറയും. ഇവിടെ മാത്രമല്ല, ഓൺലൈനിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്നവരെ പോലും ഈ സമയത്ത് കർത്താവ് സുഖപ്പെടുത്തും. അതുകൊണ്ട് സന്തോഷമായി വേണം നിൽക്കാൻ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്താണ് നിൽക്കണമെന്ന് ഓർക്കണം. 10,000-കണക്കിന് ആരാധന നടന്നിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ സൗഖ്യപ്പെട്ട് ഇന്ന് ലോകം മുഴുവനും സുവിശേഷ വേല നടത്തുന്ന ദൈവത്തിൻ്റെ പുണ്യഭൂമിയിൽ നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ വിളിച്ചത് കർത്താവാണ്. കൈയടിച്ച് കർത്താവ് സൗഖ്യം നൽകണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരവേദന ഉള്ളവരെ സന്തോഷത്തോടെ ഉദരത്ത് കൈവെക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യക്കാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗവും വേദനയും നാളെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഉദരവേദന ഉള്ളവരെ, അവരിന് ബ്ലീഡിംഗ് ഉള്ളവരെ അടിവയറ്റി കൈവെക്കണം. RSS ഉള്ളവരും അടിവയറ്റി കൈവെക്കണം. PCOD, അതുപോലെ തന്നെ പിസ്തുല രോഗികൾ എല്ലാവരും, നടുവേദനക്കാർ, കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അറിയാവുന്നൊരു വിശ്വാസ പ്രവണം ചെല്ലണം, അല്ലാത്തൊരു സ്തുതിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുമിശിഹായേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ കൽപ്പിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി മക്കളെ, ദൈവത്തെ സ്നേഹിക്കുക എന്നായിരുന്നു ഇന്ന് മുഴുവനും ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ മക്കൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഉറപ്പ് വരുത്തണം. ഇനി പുറത്തിറങ്ങുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ഞാൻ ദൈവസ്നേഹത്തോടെ ഉടമ്പടി നിറവേറ്റുമെന്ന് ദൈവത്തോട് പറയുക. എന്നിട്ട് നിങ്ങൾ ശ്വാസകോശ രോഗികളെ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കുക. കരൾ രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. ശരീരത്തിൽ മുഴയുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. ഒരു കാര്യം എൻ്റെ മക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് രോഗമില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്ക് രോഗമുണ്ടോ, നിങ്ങൾ കരുതുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾ അവർക്ക് രോഗം എവിടെയാണോ ആ ഭാഗം നിങ്ങളുടെ ശരീരത്തിൽ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ദൈവസ്നേഹത്തോട് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നും സാധ്യമില്ലാത്തവരെ ഈശോ, എല്ലാം സാധ്യമായവരെ ഈശോ, ഹൃദയരോഗികൾ, കരൾ രോഗികൾ, ശ്വാസകോശ രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ഈശോ 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 സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശനെ കഴുകണമേ കർത്താവേ. യേശു ശ്വാസകോശം കഴുകണ കർത്താവേ. ഹൃദയത്തിൻ്റെ വാൽവുകൾ, ബ്ലോക്കുകൾ യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹൃദയത്തിൻ്റെ വാൽവുകൾ, കരളിൻ്റെ വീക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, കിഡ്നി വീക്കങ്ങൾ,
കിഡ്നി ചുരുങ്ങുന്നത് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. മക്കളെ, ശിരസിൻ്റെ രോഗികളെ ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെയല്ല കേട്ടോ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്നിട്ട് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കളാന്ന് മുൻകൂർ പറഞ്ഞുള്ളൂ. കണ്ണ് കാണാൻ കാഴ്ചക്കുറവുള്ളവരെ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരെ, ചെവി കേൾക്കാൻ പാടില്ലാത്തവരെ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർ, വല്ലാത്ത രീതിയിൽ മുടി കൊഴിഞ്ഞു പോയിരുന്നവർ, കീമോ എടുത്തതിൻ്റെ പേരിൽ മുടി കൊഴിഞ്ഞു പോകുന്നവർ, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, മൂക്കിൻ്റെ പാലത്തിന് വളവുള്ളവർ, സൈനസൈറ്റിസിൻ്റെ അസുഖമുള്ളവർ, മൂക്കിൽ ദശ വളരുന്നവർ, എല്ലാവരും, തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ളവർ, മുഴയുള്ളവർ, പല്ലിന് വേദനയുള്ളവർ, ഇളകി നിൽക്കുന്നവർ, മോണക്ക് പഴുപ്പുള്ളവർ, എല്ലാവരും ശിരസ് കൈവച്ചുകൊണ്ട് ശക്തമായ സൗഖ്യത്തിനായി ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധമായ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്നു. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശിരോരോഗങ്ങൾ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ, ഉള്ളംകാല് മുതൽ ഉച്ചവരെ, കാലിലുള്ള കുഴിനഖം ഉൾപ്പെടെ ഉള്ളംകാല് മുതൽ ഉച്ചവരെയുള്ള മാരക രോഗങ്ങളെയും തീരാവ്യാധികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ശരീരത്തിൽ അകത്തുള്ള ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന പോരായ്മകൾ, ഗ്രന്ഥികളുടെ വീക്കം, ഗ്രന്ഥികളെ സ്രാവ് ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥകൾ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥകൾ, മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്ത ശാരീരിക ജനിതകമായ തകരാറുകൾ എല്ലാം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുപോലെ വാദരോഗികൾ, അതുപോലെ തന്നെ നടക്കാൻ പാടില്ലാത്തവർ, അസ്ഥി വേദനയുള്ളവർ, അസ്ഥി ദ്രവിക്കുന്നവർ, അസ്ഥി ഉരുക്കമുള്ളവർ, വെള്ളപ്പൊക്കമുള്ളവർ, വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ, പീരീഡ്സ് വന്നാൽ ഒരിക്കലും മാറാതെ ദിവസങ്ങളോളം ബ്ലഡായിട്ട് ബ്ലഡ് പോകുന്നവർ, അതുപോലെ തന്നെ സ്രാവരോഗങ്ങൾ, മൂത്രമറിയാതെ പോകുന്നവർ, മലമറിയാതെ പോകുന്നവർ, കിടപ്പ് രോഗികൾ, അതുപോലെ തന്നെ ചെവിയിൽ നിന്ന് പഴുപ്പ് പോകുന്നവർ, അതുപോലെ തന്നെ എപ്പോഴും ജലദോഷം വിട്ടുമാറാത്തവർ, അലർജി രോഗികൾ, അവിടെയെല്ലാം കൈകളെ സുസ്ഥിക പോലെ വെച്ചുകൊണ്ട് മുഴുവൻ ശരീരത്തെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സ്തുതിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവനാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ജോലിയില്ലാത്തവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കള്, പ്രത്യേകിച്ച് SLC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്,
പ്രൊഫഷണൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിവാഹം ഒത്തുവരാത്തവരെ, വീടില്ലാത്തവരെ, വിദേശ ജോലിക്ക് വേണ്ടി ഓഫർ ലെറ്റർ വരികയും കറസ്പോണ്ടിങ്ങിൽ ഇരിക്കുന്നവരും പണം കൊടുത്തിട്ട് വിസ ലഭിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വീടില്ലാത്തവർ വിദേശ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കവിടെ ശമ്പളം കിട്ടുന്നത് അവിടെ തന്നെ ചിലവാക്കാനും വീട്ടിൽ വാടക കൊടുക്കാനും ഭക്ഷണത്തിനുമേ ഉള്ളൂ കാശ്. വീട്ടിലെ കടങ്ങൾ മാറാൻ പറ്റുന്നില്ല, ജോലി ഒഴിയണോ, പുതിയ ജോലി കിട്ടുമോ എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ ജയിലിൽ കിടക്കുന്നവരുണ്ട്, വിദേശത്തും സ്വദേശത്തും പോസ്കോ കേസിൽ പെട്ടവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും തെറ്റായ രീതിയിൽ ഒത്തിരി പേര് പോസ്കോ കേസിൽ പെട്ടിരുന്നുണ്ട്. ഒത്തിരിയേറെ പേര് കണ്ണീര് ഇവിടെ വരും. ചില മരുമക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അമ്മായിയപ്പന്മാരെ, മക്കളോടുള്ള അമ്മായിയമ്മയോടുള്ള വൈരാഗ്യം കാരണം മരുമക്കളെ അമ്മായിയപ്പന്മാരെ പോസ്കോ കേസിൽ പെടുത്തും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ദൈവം ഇല്ലെന്നുള്ള ധാരണയിലാണ് ഇങ്ങനെയുള്ള പണിയെല്ലാം ചെയ്യണത് നിങ്ങൾ. പക്ഷെ ദൈവം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മരിക്കണമെമ്പോൾ അറിയേണ്ടി വരും. ഒന്നുറങ്ങിയാൽ നേരം വെളുക്കത്തില്ല. അത് ദൈവത്തിൽ നിരക്കാത്തത് ആര് ചെയ്താലും നീ ഇവിടെ വെച്ച് തന്നെ അത് വീട്ടിൽ തീർക്കേണ്ടി വരും. ഒരു സംശയമില്ല കാര്യത്തിൽ. നിൻ്റെ അന്ത്യം ഇന്നത്തോടുകൂടി തുടങ്ങാൻ പോവുകയാണ്. മര്യാദക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് തിരിഞ്ഞു പോകണം. തെറ്റായിട്ടാണ് നീ കേസ് കൊടുത്തിരിക്കുന്നത്, നീ കേസ് പിൻവലിക്കണം. നാണം കെട്ട് പിൻവലിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ തെറ്റ് ചെയ്ത വ്യക്തിയാണ്. വലിയ നാണം കടൽ നിനക്ക് വരാൻ പോകുന്നുണ്ട്. അത് ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോഴിത് പറയണത്. ഇതൊരു അവസരമാണ്. ആ മാനസാന്തരം എപ്പോഴും അവസരമായിരിക്കും, പ്രത്യേകിച്ച് നോൻപ് കാലത്ത്. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, കേസ് അകപ്പെട്ടിരിക്കുന്നവര്, പല തരത്തിലുള്ള വേദനകളിൽ അകപ്പെട്ടിരിക്കുന്നവര്, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ, വാടക താമസിക്കുന്നവര്, വാടക ഒഴിഞ്ഞു പോകാത്തവര്, ഒഴിഞ്ഞു പോകാൻ പോകുന്നവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തവര്, അങ്ങനെ എല്ലാ വിധത്തിലും വേദന, എല്ലാ വിധത്തിലും വേദന ആശ്വസിപ്പിക്കുന്ന ദൈവമേ, യേശുവിന്റെ നാമത്തില് മാർഗ ദുരിതങ്ങള് മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സാക്ഷിയായി മക്കളെ, മനോരോഗികള്, നാട് വിട്ടുപോയവര്, വീട് വിട്ടുപോയവര്, വീട്ടിൽ മിണ്ടാപ്രാണികളെ പോലെ നിശബ്ദരായി ഇരിക്കുന്നവര്, ഡിപ്രഷൻ രോഗം വന്നുപോയവര്, സംസാരിക്കാത്തവര്, പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികള്, ജോലി ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാർ, ജോലിക്ക് പോകാതെ വീട്ടിൽ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്നവരെ, അങ്ങനെ കുറേ മനോപ്രയാസം അനുഭവിക്കുന്നവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവം അവരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ നിമിഷം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്ന് അമ്മയുടെ മാധ്യസ്ഥത്താൽ നിങ്ങളുടെ വേദനകൾ ദൈവം ഏറ്റെടുക്കുന്ന, ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ സ്പർശിക്കുമെന്നുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മാർഗരോഗികൾ, ഓട്ടിസം രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, അലർജി രോഗികൾ, എല്ലാ തരത്തിലുള്ള മനോവേദന അനുഭവിക്കുന്നവർ, ജീവിത വ്യാപാരം അനുഭവിക്കുന്നവർ, ജീവിത മാർഗമില്ലാത്തവർ, സാമ്പത്തിക കടങ്ങൾ വന്നുപോയവർ, ജപ്തി നടപടിക്കാർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ജീവിത ദുരിതങ്ങൾ വിട്ടു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ.
പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വരുമാന മാർഗം മുട്ടിപ്പോയവര്, വരുമാന മാർഗം ഇല്ലാത്തവര്, അങ്ങനെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സാമ്പത്തികമായ വലിയ ബാധ്യതകളെ നമുക്ക് കിട്ടാനുള്ളതിനേക്കാൾ കൊടുക്കാനുള്ള അവസ്ഥയിൽ പൊറുതിമുട്ടി ജീവിക്കുന്നവർ, അതുപോലെ തന്നെ ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, വിവാഹ തടസ്സമുള്ളവർ, അതുപോലെ തന്നെ ജോലി തടസ്സമുള്ളവർ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രീതികളിൽ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും വെറുപ്പിലും ഇരിക്കുന്നവർ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ലോകാരൂപിയാൽ നയിക്കപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിച്ച് ദൈവതിരുസേന സമർപ്പിക്കേണ്ട സമയമാണ്. പ്രണയബന്ധങ്ങൾ അകപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിന് വിശ്വാസം നിരക്കാത്ത, ദൈവത്തിന് നിരക്കാത്ത പ്രണയബന്ധങ്ങൾ അകപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിറച്ച കടങ്ങളുണ്ടെങ്കിൽ അത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിന് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. രോഗം അതുപോലെ തന്നെ രക്തസ്രാവ രോഗികളെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ശ്വാസകോശ രോഗികളെ കർത്താവ് കൈവച്ച് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദേശമുണ്ട്. മുട്ടേ നിൽക്കുക. സമാപനാശീർവാദം. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും മേലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,